നമസ്കാരം. മാർക്ക് ഫെല്ലറേയും കൊണ്ട് ഹെക്ടർ ചെങ് അതിവേഗം അങ്ങനെ പായുമ്പോൾ അവരെ ഫോളോ ചെയ്ത് ആ സെമി സെന്റുകളും ഒത്തിരി ദൂരം സഞ്ചരിച്ചു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ സെമി സെന്റുകളൊക്കെ ആ സിറ്റി വാളിന്റെ അടുത്ത് മടങ്ങിയെത്തി. ഗൂഷിങ് അവരോട് ചോദിച്ചു, അവരെ കിട്ടില്ലേ? ആ ചോദ്യം ഇഷ്ടപ്പെടാതെ ആ സെമി സെന്റുകൾ ഗൂഷിങ്ങിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഗൂഷിങ് യഥാർത്ഥത്തിൽ റിവേഷൻ ഓഡിസ്റ്റേജിലെ ഒരു യോദ്ധാവാണ്. മാർക്കിനെ അന്വേഷിച്ചു പോയ ആളുകളാണെങ്കിൽ സെമി സെന്റുകളുമാണ്. അതുകൊണ്ട് തന്നെ ഗൂഷിങ്ങിനെ അവർ തിരിച്ചൊന്ന് തറപ്പിച്ച് നോക്കിയപ്പോൾ ഒരു ചമ്മൽ, ഒരു ഭയം. ഗൂഷിങ് പെട്ടെന്ന് അവരോട് പറഞ്ഞു, അല്ല ഞാൻ എന്തായെന്ന് ചോദിച്ചാണ്. അവനെ കിട്ടിയില്ല. അങ്ങനെ ഈ സംഭാഷണം അവിടെ നടക്കുമ്പോഴേക്കും മാർക്കിനെയും കൊണ്ട് ഒരുപാട് ദൂരത്തേക്ക് ഹെക്ടർ ചെങ് പറന്നു കഴിഞ്ഞിരുന്നു. ഹെക്ടറിന്റെ ആ സ്പേഷ്യൽ സംവിധാനം ശരിക്കും അടിപൊളിയെന്നേ പറയാൻ പറ്റൂ. ഹെക്ടറിനെ കവച്ചു വെക്കുന്നത് മാർക്കിന്റെ ഓർമ്മയിൽ മീശ മാത്രമാണ്. ബാക്കി മാർക്കിന് പരിചയമുള്ള സകല ആളുകളുടെയും സ്പേഷ്യൽ സംവിധാനങ്ങൾ ഹെക്ടറുടെ സംവിധാനത്തെക്കാൾ പിന്നിലേ നിൽക്കത്തുള്ളൂ. ഹെക്ടർ ഒരു കാടിനുള്ളിൽ എത്തിയതും മാർക്കിനെ ആ കാട്ടിനകത്തേക്ക് അങ്ങ് ഇടുകയായിരുന്നു. തറയിലേക്ക് മാർക്ക് വീഴുമ്പോൾ മാർക്കിനടുത്തേക്ക് ലാൻഡ് ചെയ്ത ഹെക്ടർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നിന്നെ കൊല്ലാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. നിന്നോടുള്ള ദേഷ്യം അതാണ് എൻ്റെ കൾട്ടിവേഷന്റെ ബേസ്. നീ ഇല്ലാതായാൽ ഞാനും ആ നിമിഷം ഇല്ലാതാകും. മാർക്ക്, എല്ലാവരും കാണുന്ന ശൈലിയിൽ നിന്നോട് ഫൈറ്റ് ചെയ്ത് വിജയിച്ചാൽ മാത്രമേ എനിക്ക് അതിനെ മറികടക്കാൻ പറ്റൂ. അതുവരെ നിന്നെ കൊല്ലാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. മാർക്ക് ഫെല്ലർക്ക് ഹെക്ടർ പറയുന്ന ആ വാചകങ്ങൾക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. മാർക്കും ഹെക്ടറും ഈ ഹോളി റിജിൽ എത്തിയതിനു ശേഷം മാർക്കിനെ ഇത് 3ാമത്തെ തവണയാണ് യഥാർത്ഥത്തിൽ ഹെക്ടർ രക്ഷിക്കുന്നത്. 2 തവണ ശരിക്കും നിർണായകമായ സമയത്ത് ആ സ്പോട്ടിൽ നിന്ന് ഇതുപോലെ രക്ഷിച്ചു. 1 തവണ ഹെക്ടർ മാർക്കിന് ഉപദേശം കൊടുക്കുകയായിരുന്നു, ഓടി രക്ഷപ്പെടാൻ. അന്ന് ആ ഉപദേശം മാർക്ക് കേട്ട ആ നിമിഷത്തിൽ ദേഷ്യം വന്ന നോർത്ത് ഇംഗ്ലണ്ടിന്റെ യുവാൻ ഷോ ഹെക്ടറെ ആക്രമിച്ചതും മാർക്കിന് ഇപ്പോഴും അറിയാം. മാർക്ക് ഹെക്ടറോട് പറഞ്ഞു, താങ്ക് യു ഹെക്ടർ, ഞാനിപ്പോൾ നിന്നോട് കടപ്പെട്ടിരിക്കുകയാണ്. മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, കടപ്പാടൊന്നും അല്ല ഇവിടെ വേണ്ടത്, നീ ശക്തി നേടുക എന്നുള്ളതാണ്. നിനക്കിപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. നീ 1 മാസമെങ്കിലും വിശ്രമിച്ചാൽ മാത്രമേ നിന്റെ പൂർണ്ണ സ്ഥിതിയിലേക്ക് നീ മടങ്ങിയെത്തൂ. അതിനു മുമ്പ് ആ ഷീ കുടുംബത്തിന് പിടികൊടുക്കരുത്. അവിടെയാണ് നിന്നെ പിടിക്കിരിക്കുന്നത്. ഷീ കുടുംബം മാർക്കിനെ വേട്ടയാടും എന്നുള്ള കാര്യത്തിൽ ഹെക്ടർക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഹെക്ടർ മാർക്കിന് ആ ശൈലിയിൽ ഒരു ഉപദേശം കൊടുത്തത്. മാർക്ക് ഹെക്ടറോട് നന്ദി പറയാനായിട്ട് ഹെക്ടറുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും ഹെക്ടർ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. മാർക്കിന് ഹെക്ടർ പറഞ്ഞതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. മാർക്കിനെ പരിക്കേറ്റത് ഷിഫങ് ആ ആൻസസിന്റെ രൂപം ആക്ടിവേറ്റ് ചെയ്ത നിമിഷം മുതലാണ്. അതുവരെ മാർക്കും ഷിഫങ്ങും തമ്മിലുള്ള ആ ഏറ്റുമുട്ടൽ വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു. ഷിഫങ് ആ ആൻസസ്റ്റർ രംഗത്തിറക്കിയപ്പോൾ മാർക്കിന്റെ കയ്യിലെ മാന്ത്രിക മല അവതരിപ്പിച്ചെങ്കിലും അതിന് മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സ്വാഭാവികമായിട്ടും ആൻസസ്റ്ററിന്റെ ആക്രമണത്തിൽ മാർക്കിന്റെ ബോഡിയിൽ ഒരുപാട് ചതവുകളും ഒടിവുകളും ഉണ്ടായിട്ടുണ്ട്. ദേഹത്ത് പല ഭാഗത്തും ആഴത്തിൽ മുറിവുണ്ടായിരിക്കുകയാണ്. ആ മുറിവിൽ നിന്നൊക്കെ രക്തം വാർന്നിറങ്ങിയിട്ടുമുണ്ട്. ആൻസസ്റ്റർ നേരിടുന്നതിന് തൊട്ടു മുന്നേ മാർക്ക് ഷിഫങ്ങിനെ നേരിടാനായി മാർക്കിന്റെ കോസ്മിക് ഫോം അവിടെ അവതരിപ്പിച്ചിരുന്നു. ആ കോസ്മിക് ഫോം അവതരിപ്പിച്ച ആ സമയത്ത് മാർക്കിന്റെ എൻറ്റയർ ഊർജവുമാണ് ആ കോസ്മിക് ഫോമായി മാറിയത്. അതിന്റെയൊക്കെ ഫലമായി മാർക്കിന്റെ ബോഡിയിൽ സ്പിരിച്വൽ എനർജി ഇല്ല എന്ന് തന്നെ പറയാം. മാർക്ക് ആ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അറിയാതെ മാർക്കിന്റെ കണ്ണുകൾ അങ്ങ് അടഞ്ഞു. അത്രയും ക്ഷീണം മാർക്കിനുണ്ടെന്ന് അർത്ഥം. മാർക്ക് അവിടെ ആ കാട്ടിനകത്ത് തികച്ചും വിജനമായൊരു സ്ഥലത്ത് ബോധരഹിതനായി കിടക്കുന്ന ആ സമയത്ത് ഷീ കുടുംബത്തിലെ ആ സെമി സെന്റുകളും കൂടുതലുള്ള ആളുകളും മാർക്കിനെ പല സ്ഥലത്തും തിരക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരക്കുമ്പോൾ ഈ ഫൈറ്റിന്റെ വാർത്ത പല സ്ഥലത്തേക്കും എത്തിക്കഴിഞ്ഞു. അങ്ങനെ മാർക്കിനെ ഷീ കുടുംബം തിരക്കിക്കൊണ്ടിരിക്കുന്നിടയിൽ ആ ഫൈറ്റിനെ സംബന്ധിച്ച വാർത്ത സെൻട്രൽ പ്ലെയിനിൽ ഏതാണ്ട് എല്ലായിടത്തും സ്പ്രെഡ് ആവുകയാണ്. സ്വാഭാവികമായിട്ടും ആ വാർത്ത ബ്ലാക്ക് കുടുംബത്തിലെത്തി. അങ്കിൾ യാൻ അത് എമിലിക്ക് റിപ്പോർട്ട് ചെയ്തതും എമിലി ഭയങ്കരമായ സന്തോഷത്തിൽ ശരിക്കും കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ്. അങ്കിൾ, എനിക്കറിയാം മാർക്ക് അവന്റെ ലെവലിൽ മത്സരിക്കുന്ന ഒരാളോട് പരാജയപ്പെടില്ല. മാർക്ക് റിവേഷൻ ഓയിൽ സ്റ്റേജിലെ മിഡിൽ ലെവലിലാണ്. അവിടെ തന്നെയാണ് ഷിഫങ്ങും ഉണ്ടായിരുന്നത്. ശരിക്കും ആവേശത്തോടെ എമിലി ബ്ലാക്ക് അങ്കിൾ യാനോട് പറഞ്ഞു, അങ്കിൾ
മാർക്ക് ഇന്നുവരെ സെയിം ലെവലിൽ ഒരാളോടും പരാജയപ്പെട്ടിട്ടില്ല. അത് എമിലിക്ക് 100% അറിവുള്ള കാര്യമാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ മാർക്ക് ഒരുപാട് ആളുകളുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. സെയിം ലെവലിൽ മാർക്കിനെ ഒരാളും പരാജയപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ഈ ഹോളി റിജിൽ വന്നപ്പോഴും കഥ അത് തന്നെയാണ്. മാർക്കിന് ആ കാര്യത്തിലുള്ള ട്രാക്ക് റെക്കോർഡ് ശരിക്കും വേറെ ആർക്കും ഇല്ല എന്ന് തന്നെ പറയാം. സെയിം ലെവലിൽ മാർക്കിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ള കാര്യം മാർക്കിന് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് മാർക്ക് ഷൈനെ പോലും വെല്ലുവിളിച്ചത്. എമിലി ബ്ലാക്കിന്റെ ആവേശം കണ്ടപ്പോൾ അങ്കിൾ യാൻ എമിലിയോട് പറഞ്ഞു, എമിലി, പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ അങ്കിളെ? എമിലി, മാർക്ക് അവസാന നിമിഷത്തിൽ ഒരു വിഷൻ രംഗത്ത് അവതരിപ്പിച്ചിരുന്നു. അത് ആ മാസ്ക് വെച്ച സ്ത്രീയുടെ വിഷനാണ്. മാസ്ക് വെച്ച സ്ത്രീ എന്ന് കേട്ടപ്പോൾ എമിലിയുടെ കണ്ണുകൾ ഒന്ന് തുടിച്ചു. എമിലിക്കറിയാം അത് ഷിയാവു ആണെന്ന്. എമിലി അമ്പരപ്പോടെ അങ്കിൾ യാനെ നോക്കിയതും അങ്കിൾ യാൻ എമിലിയോട് ചോദിച്ചു, എമിലി, ആ മാസ്ക് വെച്ച സ്ത്രീക്ക് ഈ മാർക്കുമായി എന്താണ് ബന്ധം? നിനക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? ഏയ് അങ്കിൾ, എനിക്കറിയത്തില്ല. മാർക്കിന് അങ്ങനെ ഒരു ബന്ധമുള്ളതായി മാർക്ക് എന്നോട് പറഞ്ഞിട്ടുമില്ല. എനിക്ക് തോന്നുന്നത് മാർക്കിന് യാദൃശ്യവശാൽ ലഭിച്ച ആ ബ്രേസ്ലെറ്റ് അതായിരിക്കും മാർക്കിനെ സഹായിച്ചതെന്നാണ്. ആ ബ്രേസ്ലെറ്റ് ചിലപ്പോൾ ആ മാസ്ക് വെച്ച സ്ത്രീയുമായി ബന്ധമുള്ളതായിരിക്കും. മാർക്ക് ഒരുപാട് ലേലത്തിലൊക്കെ പങ്കെടുക്കുന്നല്ലേ. ഏതോ ലേലത്തിൽ നിന്ന് മാർക്കിന് ആ ബ്രേസ്ലെറ്റ് കിട്ടിയതാവും. ഒരിക്കൽ മാർക്ക് എന്നോട് ആ കാര്യം പറഞ്ഞിരുന്നു, ഒരു ബ്രേസ്ലെറ്റ് മാർക്കിന്റെ കയ്യിൽ ഉള്ള കാര്യം. എമിലി ബ്ലാക്ക് അവളുടെ അറിവ് അങ്കിൾ യാനോട് പങ്കുവയ്ക്കുകയാണ്. പക്ഷേ എമിലിയുടെ ഉള്ളിനുള്ളിൽ എമിലിക്ക് കൃത്യമായി കഥ അറിയാം. മാർക്കും ഷിയാവും തമ്മിലുള്ള ബന്ധം. ഷിയെ മാർക്ക് പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ എമിലിക്ക് ഷിയെ പരിചയമുണ്ട്. ഷിയെ യഥാർത്ഥത്തിൽ എമിലിയെ മൂത്ത സഹോദരിയായി കണ്ട് എമിലിയുടെ പുറകെ നടക്കുന്ന ആളായിരുന്നു. ഷിയാവുവിൻ്റെ അച്ഛൻ പൈറോയുടെ ആ ജിങ്തു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെയായിരുന്ന എമിലി ബ്ലാക്കിന്റെ തൊട്ടടുത്തായിരുന്നു ഷിയും ഷിയുടെ പിതാവും താമസിച്ചിരുന്നത്. ആ സമയത്ത് എമിലിയുമായിട്ട് അവർക്ക് നല്ല അടുപ്പമായിരുന്നു. ഷിയാവുവിന്റെ സ്വന്തം ചേച്ചിയായിട്ടാണ് എമിലിയെ ഷിയാവു കണ്ടിരുന്നത്. ആ കാര്യങ്ങളൊന്നും അങ്കിൾ ഊവിനോട് പറയാൻ എമിലി ബ്ലാക്കിനെ ഇപ്പോൾ പറ്റത്തില്ല. അതിന്റെ കാരണം ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ഐഡന്റിറ്റിയാണ്. അവരുടെ ചരിത്രം അറിയാവുന്ന ആരും അവരുമായി ബന്ധമുള്ള ആളിനെ സംശയത്തോടെ മാത്രമേ കാണത്തുള്ളൂ. എമിലി ബ്ലാക്കും അങ്കിൾ യാനും മാർക്കിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സെമി സെയിന്റുകൾ ഷിഫങ്ങുമായി ഷീ കുടുംബത്തിൽ മടങ്ങി എത്തിക്കഴിഞ്ഞു. ഗുരുതരമായിട്ട് ഷിഫങ്ങിന് പരിക്കേറ്റിരിക്കുകയാണ്. പരിക്കേറ്റ ഷിഫങ്ങിന്റെ കിടക്കയ്ക്ക് അരികിൽ നിൽക്കുന്ന ഷൈനും സീനിയർ ആയിട്ടുള്ള ഷീ കുടുംബത്തിലെ ആളുകളും വളരെ വിഷമത്തോടുകൂടിയാണ് ഷീഫങ്ങിനെ നോക്കുന്നത്. ഷീഫങ്ങിനെ അല്പം നേരം നോക്കി നിന്ന ഷൈൻ പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു സെമി സെയിന്റ് ഷൈനോട് പറഞ്ഞു, ഹോളിസൺ, ഞാൻ ആ ജൂവിന്റെ ഒരു പ്രത്യേകത കൂടി ഇപ്പൊ അറിഞ്ഞായിരുന്നു. എന്താ അവളുടെ പ്രത്യേകത? ആ ജൂ നിർവാണ ബോഡിയുള്ള ആളാണ്. ഓ, നിർവാണ ബോഡിയാണോ? ആ, എന്നാൽ കാര്യമാക്കേണ്ടതില്ല. നിർവാണ ബോഡിക്ക് ഒരു ശാപമുണ്ട്. ആ ശാപം ഉള്ളതുകൊണ്ട് അവർക്ക് അധികം നാൾ ആയുസ് ഉണ്ടാവില്ല. ഒരു ശാപമുണ്ടെങ്കിൽ ആ ശാപത്തെ മറികടക്കാനുള്ള ഒരു പ്രതിക്രിയയും ഉണ്ടാകും. ആ പ്രതിക്രിയ ജൂവിന്റെ കാര്യത്തിൽ പർപ്പിൾ ക്ലൗഡ് പേളാണ്. ആ പർപ്പിൾ ക്ലൗഡ് പേൾ ഉപയോഗിച്ച് ജൂ അവളുടെ ശാപം മറികടന്ന കാര്യം ഷൈൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഷൈന് സന്തോഷമായി. നിർവാണ ബോഡിക്കാരിയാണ് ജൂ. അവള് ഷിയുവിനെ തോൽപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവളുടെ വളർച്ചയ്ക്ക് പരിമിതിയുണ്ട്. അവളുടെ ആ ശാപത്തെ മറികടന്നാൽ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഷൈൻ പോലും ജൂവിന് മുന്നിൽ ഒന്നുമല്ല. ജൂവിന് ഷൈനെ പരാജയപ്പെടുത്താൻ പറ്റും. അത് മാത്രമല്ല, ജൂ അതിവേഗം ട്രൂ സെയിന്റ് ആകുകയും ചെയ്യും. അത് ഒരു വെല്ലുവിളിയാണ്. ഷൈന് ഉറപ്പായും വെല്ലുവിളിയാണ്. അത് സംഭവിക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ആ സെമി സെയിന്റ് ഷൈൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഷൈനും ആ സെമി സെയിന്റും തമ്മിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ ഷിഫങ്ങിന്റെ അടുത്ത് നിൽക്കുന്ന സീനിയർ അംഗങ്ങൾ ഷിഫങ്ങിനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഷിഫങ്ങിന് വളരെ വളരെ ഗുരുതരമായാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ പരിക്കുകൾ ശ്രദ്ധാപൂർവം പരിശോധിച്ച ഷീ കുടുംബത്തിലെ ഒരു എൽഡർ ആ ഷിഫങ്ങിനെ അവിടെ കൊണ്ടുവന്ന സെമി സെയിന്റിനോട് പറഞ്ഞു, ഏയ്, നിങ്ങൾക്ക് ഒരു പ്രത്യേക ദൗത്യം ഉണ്ടായിരുന്നതാണ്. ഷിഫങ് ആ ഫൈറ്റിൽ പരാജയപ്പെടാതിരിക്കാനുള്ള ദൗത്യമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഹോളിസൺ അതിന് നിങ്ങളെ ഷീഫങ്ങിന്റെ അടുത്ത് നിർത്തിയിരുന്നത്. ആ സെമി സെയിന്റുകൾക്ക് അതൊരു പുതിയ അറിവാണ്. ഷീഫങ്ങും മാർക്കും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ആ ഫൈറ്റിൽ ഇടപെടാൻ പാടില്ല എന്നതാണ് അവർ ധരിച്ചിരുന്ന കാര്യം. പക്ഷെ ഷൈൻ
അവരവിടെ നിർത്തിയിരുന്നത് ഷീഫങ് പരാജയപ്പെടുമെന്ന് ഉറപ്പാവുന്ന ഘട്ടത്തിൽ ഇടപെടാൻ വേണ്ടിയാണ്. ആ എൽഡർ ആ കാര്യം സെമി സെയിന്റിനോട് പറഞ്ഞതും ആ സെമി സെയിന്റ് എൽഡറോട് പറഞ്ഞു, ക്ഷമിക്കണം, അത് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മാർക്ക് ഫെല്ലറെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ അവർക്ക് പറ്റുമായിരുന്നു. അങ്ങനെ ആക്രമിച്ചിരുന്നെങ്കിൽ മാർക്കിനെ അവർക്ക് കൊല്ലാനും പറ്റിയനെ. ഒരു ഗോൾഡൻ ചാൻസ് ആണ് അവർക്ക് കിട്ടിയത്. അതാണ് മിസ്സായിരിക്കുന്നത്. ഈ സംഭാഷണം അവിടെ അങ്ങനെ നടക്കുമ്പോൾ മിക്കവാറും എല്ലാ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലും ആ 9 ഗ്രേറ്റസ്റ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലും ഒക്കെ ഈ ചർച്ച നടക്കുകയാണ്. ചർച്ച അവിടെ മാത്രമല്ല, അങ്ങ് അകലെ തണ്ടർ കോർട്ട്യാർഡിലും ആ ചർച്ച നടക്കുന്നുണ്ട്. ഡീൻലിയുടെ താടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന ജൂ ഡീൻലിയോട് ചോദിച്ചു, ഓൾഡ് മാൻ, ആ ഷീ കുടുംബക്കാർ മാർക്കിന് എന്തെങ്കിലും ചെയ്യൂ? ശരിക്കും ഡീൻലിയുടെ താടി പിടിച്ചു വലിച്ചുകൊണ്ട് ഡീൻലിയെ വയസ്സ എന്നൊക്കെ വിളിക്കുന്ന ഒരാള് ആ തണ്ടർ കോർട്ട്യാർഡിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കത്തില്ല. ആ കാഴ്ച തികച്ചും അവിശ്വസനീയമാണ്. പക്ഷേ ഡീൻലിയുടെ മടിയിലേക്ക് കയറിയിരുന്ന ഡീൻലിയുടെ താടി പിടിച്ചു വലിക്കുക എന്നുള്ളത് ജൂവിൻ്റെ ഒരു ഇഷ്ട വിനോദമാണ്. ജൂവിൻ്റെ ആ ആക്ടിവിറ്റി ഡീൻലിക്കും ഇഷ്ടമാണെന്ന് പറയാം. ഡീൻലിയുടെ പ്രിയപ്പെട്ട ശിഷ്യയാണ് ഇപ്പോൾ ജൂവിൻ്റെ ആ ചോദ്യം കേട്ടതും ഡീൻലി ജൂവിനോട് പറഞ്ഞു, മാർക്കിനെ അങ്ങനെ തൊടാനൊന്നും അവർക്ക് പറ്റത്തില്ല. അങ്ങനെ ഡീൻലി പറഞ്ഞതും ജൂ ഡീൻലിയോട് പറഞ്ഞു, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഞാൻ ഇപ്പം തന്നെ മാർക്കിൻ്റെ അടുത്തേക്ക് പോകാൻ പോവുകയാണ്. ജൂ, നീ അങ്ങനെ പോയതുകൊണ്ട് എന്താ കാര്യം? ഓൾഡ് മാൻ, ഞാൻ ആ ഷീ കുടുംബക്കാരെ മുഴുവൻ കൊല്ലും. ജൂ, അങ്ങനെ കൊല്ലാൻ വേണ്ടി അവര് നിന്റെ മുന്നിൽ അങ്ങനെ നിന്ന് തരുന്നുമില്ല. അവര് ശരിക്കും ശക്തരാണ്. എന്ത് ശക്തർ? എന്റെ കൈ ഉപയോഗിച്ച് എനിക്ക് അവരെല്ലാം കൊല്ലാൻ പറ്റും. ജൂ, എതിരാളി ഒരു ട്രൂ സെയിന്റ് ആണെങ്കിലും ട്രൂ സെയിന്റ് എന്ന് കേട്ടതും ജൂവിന്റെ മുഖം ഒന്ന് മാങ്ങി. അവൾക്കറിയാം ഒരു ട്രൂ സെയിന്റിനോട് അവൾക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം. ജൂവിന്റെ മുഖം മങ്ങുന്ന കണ്ടതും ഡീൻലി ജൂവിനോട് പറഞ്ഞു, ജൂ, പക്ഷേ ഒരു സെയിന്റ് വെപ്പൺ ഉണ്ടെങ്കിൽ ആ ട്രൂ സെയിന്റിനോട് പിടിച്ചിരിക്കാൻ പറ്റിയേക്കും. അത് കേട്ടതും ജൂ ഡീനിലെ മടിയെന്ന് ചാടി തറയിറങ്ങിയിട്ട് അവളെ റേക്ക് പുറത്തെടുത്തു. ആ ചവറുകൂരി ജൂവിന്റെ അത്രയും പൊക്കം ആ റേക്കിനുണ്ട്, ഏകദേശം 5 അടി പൊക്കം. ആ റേക്ക് കാണിച്ചുകൊണ്ട് ജൂ ഡീൻലിയോട് പറഞ്ഞു, ഇതുണ്ട് എൻ്റെ കയ്യിൽ, ഇത് മതി എനിക്ക് അവന്മാരെ തകർക്കാൻ. ജൂ, അത് പൂർണ്ണമായി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട ഡിവൈൻ വെപ്പൺ അല്ല. അതിൻ്റെ ആക്ടിവേഷൻ പൂർത്തിയാകണമെങ്കിൽ നീ ഇനി മുകളിലേക്ക് ഉയരേണ്ടി വരും. ഓൾഡ് മാൻ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ജൂ, നീ ഒരു ഡിവൈൻ വെപ്പൺ സമ്പാദിക്കണം. ഓൾഡ് മാൻ, അങ്ങനെയാണെങ്കിൽ ഡിവൈൻ വെപ്പൺ എനിക്ക് താ. ജൂ, ഇവിടെ ചില റൂൾസ് ഉണ്ട്. നീ കുറച്ച് പോയിന്റ് സമ്പാദിക്കേ. പോയിന്റ് കൊടുത്താൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഡിവൈൻ വെപ്പൺ കിട്ടും. അത്രേ ഉള്ളോ? അങ്ങനെ പറഞ്ഞ ജൂ ഡീൻലിയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡീമൺ സ്ലെയിം ബേക്കിൽ പോയി പോയിന്റ് സമ്പാദിക്കാം. പറഞ്ഞു എന്ന് മാത്രമല്ല, ആ നിമിഷത്തിൽ തന്നെ ജൂ അവളുടെ ആ റേക്കുമായി പുറത്തേക്ക് അങ്ങ് പായുകയും ചെയ്തു. ശരിക്കും ഈ കാഴ്ചകളൊക്കെ ആ തണ്ടർ കോർട്ട്യാർഡിലെ വേറെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവര് വാ പൊളിച്ചങ്ങനെ നിന്നു പോകും. ഡീൻലി അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ആ തണ്ടർ കോർട്ട്യാർഡിൻ്റെ സ്ഥാപകൻ ഇമോർട്ടൽ എംപറർ ലീ പിങ്ങിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ലീ. അദ്ദേഹത്തിന് ആ ഇമോർട്ടൽ എംപററുടെ ശക്തി ഒരു ചെറിയ അളവിൽ പകർന്നു കിട്ടിയിട്ടുമുണ്ട്. ആ ലീയോടാണ് വളരെ കൂളായിട്ട് ഒരു കുട്ടിയോട് പെരുമാറും പോലെ ജൂ പെരുമാറുന്നത്. മാർക്ക് ഫെല്ലറും ഷീഫങ്ങും തമ്മിലുള്ള ആ യുദ്ധവും അതിൽ മാർക്ക് ഫെല്ലർ വിജയിച്ച കാര്യമൊക്കെ സെയിന്റസ് ഗൂവും അറിഞ്ഞു. മാർക്കിന്റെ വിജയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സെയിന്റസ് ഗൂവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. അവള് ചില കാൽക്കുലേഷൻസ് ഒക്കെ മാർക്കിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. മാർക്ക് പല കാര്യങ്ങളും സമ്മതിച്ചിട്ടില്ലെങ്കിലും സെയിന്റസ് ഗൂ ഒരു വിലയിരുത്തൽ ഏതാണ്ട് നടത്തിയതുപോലെയാണ്. മാർക്കും എമിലി ബ്ലാക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അത് സെയിന്റസ് ഗൂവിന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ മാർക്ക് സമ്മതിക്കാത്തതുകൊണ്ട് സെയിന്റസ് ഗൂ അത് പൊളിച്ചടുക്കിയിട്ടില്ല എന്ന് മാത്രം. ദിവസങ്ങൾ അതിവേഗം കടന്നു പോവുകയാണ്. പെട്ടെന്നാണ് ഒരാഴ്ച അങ്ങ് കടന്നുപോയത്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറെ കൊടുക്കാനായി ഷീ കുടുംബം സകല സ്ഥലത്തും അരിച്ചു പറക്കുകയാണ്. മാർക്കും ഷീഫങ്ങും തമ്മിലുള്ള യുദ്ധത്തിൽ ഷീഫങ് തോറ്റുപോയതുകൊണ്ട് അതിൻ്റെ പേരിൽ മാർക്കിനെതിരെ നടപടിയെടുക്കാൻ അവർക്ക് പറ്റില്ല. പക്ഷേ
അവർക്ക് നടപടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാർക്കിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ആ ഓറ് മോഷണമാണ്. മാർക്ക് മോഷ്ടിച്ച ഓറുകൾ ഷീ കുടുംബത്തിൻ്റെയാണെന്ന് നാട്ടിൽ പ്രചരിപ്പിച്ചാൽ മോഷണക്കുറ്റത്തിന് മാർക്കിനെ വേട്ടയാടാൻ പറ്റും. മോഷണക്കുറ്റം ആരോപിച്ച് മാർക്കിനെ അവസാനിപ്പിക്കാനും പറ്റും. പക്ഷെ അത് ചെയ്യണമെങ്കിൽ മാർക്കിനെ കണ്ടുകിട്ടണമല്ലോ. മാർക്കിനെ കാണാനേ ഇല്ല. ആരാണ് മാർക്കിനെ രക്ഷിച്ചുകൊണ്ട് പോയെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അമ്പരപ്പിക്കുന്ന വേഗതയിൽ അയാൾ ശൂന്യതയിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. അയാളുടെ ആ ടെലിപ്പോർട്ടേഷൻ സംവിധാനത്തിന് അവിശ്വസനീയമായ ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് ഷീ കുടുംബം മാത്രമല്ല, അന്ന് ആ സ്കൈ സിറ്റിക്ക് പുറത്തുണ്ടായിരുന്ന ആളുകളെല്ലാം സമ്മതിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ കഥ ആ സ്കൈ സിറ്റിക്കുള്ളിൽ ശരിക്കും ഒരു ചർച്ചാ വിഷയമായി അങ്ങനെ പടരുമ്പോൾ കാടിനുള്ളിൽ മാർക്ക് ഫില്ലർക്ക് ബോധം വീണു. മാർക്കിന് ബോധം വീഴുമ്പോഴേക്കും ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ബോധം വീണെങ്കിലും മാർക്കിന് അങ്ങോട്ട് എണീക്കാൻ പറ്റുന്നില്ല. മാർക്കിന് നല്ല ക്ഷീണമുണ്ട്. മാർക്കിൻ്റെ ബോഡിയിൽ നിന്ന് ഒത്തിരിയേറെ രക്തം ഒലിച്ചു പോയിരിക്കുകയാണ്. മാർക്കിൻ്റെ ബോഡിയിൽ സ്പിരിച്വൽ എനർജി തീരെ ഇല്ല എന്നും പറയാം. അവിടെ കിടന്നാൽ താൻ മരിച്ചു പോകും. ആ ഒരു ധാരണ മാർക്കിനുണ്ടായതും മാർക്ക് ഒരു പരുവത്തിൽ ആ കിടന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് എണീറ്റു. ആ കാട് ഏതാണെന്ന് ചോദിച്ചാൽ ആ കാട് ഏതാണെന്നോ ആ കാട് എവിടെയാണെന്നോ മാർക്കിന് അറിയത്തുമില്ല. മാർക്കിന് ഒരു കാര്യം അറിയാം, ആ ഷീ കുടുംബക്കാർ തന്നെ വേട്ടയാടാൻ സാധ്യതയുണ്ട്. അവരുടെ വേട്ടയാടലിൽ നിന്ന് രക്ഷപ്പെടാൻ മാർക്കിന് എവിടെയെങ്കിലും അഭയം പ്രാപിക്കണം. അതിനും മുന്നേ മാർക്കിൻ്റെ ബോഡിയിലെ ആ മുറിവുകൾക്ക് ചികിത്സ വേണം. ശരിക്കും മാർക്കിനൊരു ആൽക്കമിസ്റ്റിൻ്റെ, ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമുള്ള സമയമാണ്. മരുന്നുകൾ അനിവാര്യമായും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആഹാരവും. മരുന്നും ആഹാരവും ഉപയോഗിച്ച് ബോഡി ഒന്ന് ശ്രദ്ധ ചെയ്താൽ മാത്രമേ മാർക്കിന് വീണ്ടും കൾട്ടിവേഷൻ ആരംഭിക്കാൻ പറ്റൂ. മാർക്കിൻ്റെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്താലേ മാർക്ക് പഴയ മിഡിൽ ലെവലിലെ റിവിഷൻ ഓവർ സ്റ്റേജിലേക്ക് എത്തത്തുള്ളൂ. ഇതെല്ലാം മാർക്കിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകളാണ്. എവിടെ പോയി അഭയം തേടും? തണ്ടർ കോർട്ട്യാർഡാണ് മാർക്കിൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ സ്ഥലം. പക്ഷെ തണ്ടർ കോർട്ട്യാർഡിൽ നിന്ന് വളരെ വളരെ ദൂരത്തിലാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ ഇപ്പോൾ സെൻട്രൽ പ്ലെയിനിലാണല്ലോ. സെൻട്രൽ പ്ലെയിനിലെ എവിടെയെങ്കിലും അഭയം പ്രാപിക്കണം. സ്കൈ സിറ്റിയിലേക്ക് ഇപ്പോൾ ചെല്ലാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. അവിടെ ആ സ്കൈ സിറ്റിക്ക് പുറത്ത് ഉറപ്പായും ഷീ കുടുംബക്കാർ കാണും. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാതെ അവിടേക്ക് ചെന്ന് കയറുന്നത് അപകടമാണ്. ഇനി വേറെ എവിടെയാ പോകാൻ പറ്റുക? ബ്ലാക്ക് കുടുംബത്തിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് മാർക്കിൻ്റെ മനസ്സിൽ സാക്ഷാൽ യാവോ കുടുംബം കടന്നു വരുന്നത്. യാവോ കുടുംബത്തിലെ 2 സീനിയേഴ്സ് ആ തണ്ടർ കോർട്ട്യാർഡിലെ ഷിയുമായിട്ടുള്ള മാർക്കിൻ്റെ മത്സരം കഴിഞ്ഞപ്പോൾ മാർക്കിൻ്റെ അടുത്തേക്ക് ചെന്ന് മാർക്കിനെ അവരുടെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചതാണ്. അതിനുശേഷം ഒരിക്കൽ കൂടി സ്കൈ സിറ്റിക്ക് സമീപത്ത് വെച്ച് മാർക്ക് യാവോ കുടുംബത്തിലെ 2 പേരെ പരിചയപ്പെട്ടിരുന്നു. അവരും മാർക്കിനെ അവരുടെ കുടുംബത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. യാവോ കുടുംബം മാർക്കിനെ ഉറപ്പായും സ്വീകരിക്കും. അങ്ങനെ തോന്നുമ്പോഴും മാർക്കിൻ്റെ ഉള്ളിൽ ഒരു സംശയമുണ്ട്. യാവോ കുടുംബം മാർക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കും ഷീ കുടുംബവും തമ്മിലുള്ള ആ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഷീ കുടുംബത്തിനെ എതിർത്തുകൊണ്ട് യാവോ കുടുംബം മാർക്കിനെ അവരുടെ കുടുംബത്തിലേക്ക് ഉൾക്കൊള്ളുമോ? ആ ഒരു ചോദ്യം മാർക്കിൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും അവസാനം മാർക്ക് ഒരു തീരുമാനമെടുത്തു. ഒരു റിസ്ക് എടുക്കാനുള്ള തീരുമാനമാണ് മാർക്ക് എടുത്തത്. യാവോ കുടുംബത്തിലേക്ക് എങ്ങനെയെങ്കിലും ചെല്ലുക. അവിടെ ചെന്നാൽ നെല്ലും പതിരും തിരിയുമല്ലോ. മാർക്ക് ആ കാടിനകത്ത് അല്പനേരം കണ്ണടച്ച് നിന്നിട്ട് തൻ്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ചുറ്റും ഒന്ന് സ്കാൻ ചെയ്തു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. ഇടത് ഭാഗത്തേക്ക് കാടിന് വീതി കുറവാണ്. എന്ന് പറഞ്ഞാൽ ആ ഇടത് ഭാഗത്തു നിന്നാണ് കാട് തുടങ്ങുന്നതെന്നാണ്. മാർക്ക് ഉടൻ തന്നെ ആ ഇടത് ഭാഗം ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. ഏകദേശം ഒരു ദിവസത്തെ പൂർണ്ണമായ യാത്രയ്ക്ക് ശേഷമാണ് മാർക്ക് കാടിൻ്റെ പുറത്തെത്തിയത്. ആ കാടിൻ്റെ അകത്തേക്ക് വളരെ ഉള്ളിലേക്കാണ് യഥാർത്ഥത്തിൽ ഹെക്ടർ ടെങ് മാർക്കിനെ എത്തിച്ചത്. ഒരു കാരണവശാലും ഷീ കുടുംബത്തിലെ ആരും മാർക്കിനെ തേടി വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഹെക്ടർ മാർക്കിനെ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയതാണ്. നടന്ന്
ആ വനത്തിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ ആ കാര്യം മാർക്കിന്റെ മനസ്സിൽ പതിയുകയും ചെയ്തു. മാർക്ക് അവിടെ എത്തി റോഡിലോട്ട് കടക്കുമ്പോൾ മാർക്കിന് മനസ്സിലായി അത് യാവോ കുടുംബവുമായി ബന്ധമുള്ള ഒരു സിറ്റിയാണ്. അത് മനസ്സിലായതും മാർക്ക് സന്തോഷത്തോടെ ആ സിറ്റി ലോഡ് താമസിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. മാർക്ക് ആ സിറ്റിയിലോട് താമസിക്കുന്ന ആ കോമ്പൗണ്ടിന്റെ അടുത്തെത്തി. അവിടെ വിശാലമായൊരു ഗേറ്റ് ഉണ്ട്. ഗേറ്റിന് കാവൽക്കാരുമുണ്ട്. മാർക്ക് അവിടെ എത്തിയതും അവിടെ നിൽക്കുന്ന കാവൽക്കാരനോട് പറഞ്ഞു, എനിക്ക് സിറ്റി ലോഡിനെ ഒന്ന് കാണണം. ഏയ്, ആരാ നിങ്ങൾ? എൻ്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. സിറ്റി ലോഡിനോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്നെ മനസ്സിലാകും. മാർക്ക് ഫെല്ലർ എന്ന് കേട്ടതും ആ കാവൽക്കാരൻ്റെ മുഖത്ത് ശരിക്കൊരു അതിശയം. അയാൾ പുഞ്ചിരിയോടെ മാർക്കിനോട് ചോദിച്ചു, ആ ഷീഫങ്ങിനെ പരാജയപ്പെടുത്തിയ മാർക്ക് ഫെല്ലർ ആണോ നിങ്ങൾ? ആ ആള് തന്നെയാണ് ഞാൻ. ഓക്കെ മാർക്ക്, ബാബാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കാവൽക്കാരൻ മാർക്കിനെ വിളിച്ച് അയാളുടെ മുറിയിലിരുത്തി. അതിനുശേഷം അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇവിടെ ഇരിക്കേ, ഞാൻ സിറ്റി ലോഡിനോട് കാര്യം പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അതിവേഗം സിറ്റി ലോഡിന്റെ വസതിയിലേക്ക് ഓടി. കുറച്ച് സമയം കഴിഞ്ഞതും ആ സിറ്റിയുടെ തലവൻ സിറ്റി ലോഡ് മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്കിന്റെ അടുത്തേക്ക് വന്ന അയാൾ മാർക്കിനോട് ചോദിക്കുകയാണ്, മാർക്ക് ഫെല്ലർ, ഞാൻ എന്ത് സഹായമാണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? അങ്ങനെ സിറ്റി ലോഡ് ചോദിച്ചതും മാർക്ക് അയാളോട് പറഞ്ഞു, സിറ്റി ലോഡ്, എനിക്ക് താങ്കളോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. മാർക്ക്, പിന്നെന്താ, വാ എന്നോടൊപ്പം വാ. അങ്ങനെ പറഞ്ഞ് സിറ്റി ലോഡ് മാർക്കിനെ ആ ഗേറ്റിനടുത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പതുക്കെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയതും മാർക്കിന് ആവശ്യമായ ഭക്ഷണവും വൈനും ഒക്കെ ആദ്യം തന്നെ സിറ്റി ലോഡ് സംഘടിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. കുറേ ദിവസമായി മാർക്ക് ആഹാരം കഴിച്ചിട്ട് ആവശ്യമായ ആഹാരം കഴിച്ചു കഴിഞ്ഞതും മാർക്ക് സിറ്റി ലോഡിനോട് പറഞ്ഞു, സിറ്റി ലോഡ്, എനിക്ക് ഒരു സഹായം വേണം. മാർക്ക്, ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? സിറ്റി ലോഡ്, എന്നെ യാവോ കുടുംബം അവരുടെ കുടുംബത്തിലേക്ക് കുറേ നാളുകളായി ഇൻവൈറ്റ് ചെയ്യുകയാണ്. യാവോ കുടുംബം എവിടെയാണെന്നോ അവരുടെ ആ ഹെഡ് ഫാമിലിയുള്ള സ്ഥലത്ത് എങ്ങനെ എത്തണമെന്നോ എനിക്കറിയില്ല. അതിന് എന്നെ ഒന്ന് സഹായിക്കണം. യാവോ കുടുംബത്തിന്റെ ഏതോ ഒരു ചെറിയ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തുള്ള ഒരു സിറ്റിയുടെ ലോഡാണ് യഥാർത്ഥത്തിൽ ആ സിറ്റി ലോഡ്. യാവോ കുടുംബം വലിയൊരു അസ്തിത്വമാണ്. ആ യാവോ കുടുംബത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്നുള്ള മാർക്കിന്റെ ചോദ്യത്തിന് ഒരു നിമിഷം ആലോചിച്ചിട്ട് ആ സിറ്റി ലോഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടുന്ന് ഒത്തിരി ദൂരെയാണ് യാവോ കുടുംബം. മാർക്ക്, നീ ഇപ്പൊ ആവശ്യപ്പെട്ട കാര്യം അങ്ങനെ എല്ലാവരെയും ഉപയോഗിച്ച് എനിക്ക് കൈകാര്യം ചെയ്യാനാവില്ല. മാർക്ക്, ഈ കാര്യം എനിക്ക് ഏറെ വിശ്വാസമുള്ള ഒരാൾ വഴിയേ ചെയ്യാൻ പറ്റും. മാർക്കിനെ ഷീ കുടുംബം വേട്ടയാടുന്ന കാര്യം ആ സിറ്റി ലോഡിനും അറിയാം. മാർക്ക് ആ സിറ്റി ലോഡിന്റെ അടുത്ത് അഭയം പ്രാപിച്ചിരിക്കുന്നു എന്ന കാര്യം സിറ്റി ലോഡ് അയക്കുന്ന ആള് ആരോടെങ്കിലും പങ്കുവച്ചാൽ ആ ന്യൂസ് പെട്ടെന്ന് തന്നെ ഷീ കുടുംബത്തിലെത്തും. അവര് വൻ സേനയുമായി അവിടെ എത്തി മാർക്കിനെ പോക്കും. മാർക്കിന് അഭയം കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ ആ സിറ്റി ലോഡും വധിക്കപ്പെടും. അയാൾ ആ കാര്യങ്ങൾ മാർക്കിനോട് വ്യക്തമാക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഞാൻ ഏറ്റവും വിശ്വാസമുള്ള ഒരാളെ ആ യാവോ കുടുംബത്തിലേക്ക് അയക്കാം. അവിടെ നിന്ന് എൽഡേഴ്സുമായി അയാൾ മടങ്ങിയെത്തിയാൽ പിന്നെ ഭയക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞ ആ സിറ്റി ലോഡ് മാർക്കിന് താമസിക്കാനായി ഒരു ബിൽഡിംഗ് ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. ചെറുതെങ്കിലും മനോഹരമായ ഒരു ബിൽഡിംഗ് ആണ് മാർക്കിന് വേണ്ടി സിറ്റി ലോഡ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. സിറ്റി ലോഡിന്റെ ആ കോമ്പൗണ്ടിന് ഉള്ളിൽ തന്നെയാണ് ആ ചെറിയ വീട്. എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. മാർക്കിന് അത്യാവശ്യം വേണ്ടത് ശരിക്കും ഒരു ആൽക്കമിസ്റ്റിന്റെ സേവനമാണ്. മാർക്കിന്റെ ബോഡിയിലെ ആ മുറിവുകൾ ഭേദമാക്കാൻ കപ്പാസിറ്റിയുള്ള മരുന്നുകൾ വേണം. അത് തയ്യാറാക്കാൻ അറിവുള്ള ആളും വേണം. മാർക്ക് ഒരു ആൽക്കമിസ്റ്റ് ആണെങ്കിലും മാർക്കിന് ഇപ്പോൾ അതൊന്നും ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറയാം. മാർക്കിന്റെ ബോഡിയിൽ സ്പിരിച്വൽ എനർജി പോലും ഇപ്പോൾ തീരെയില്ല. അതൊക്കെ ഒന്ന് റീകൂപ്പ് ചെയ്ത് വരാൻ ഒരു 3-4 ആഴ്ചയെങ്കിലും മാർക്കിന് വേണം. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിന് അങ്ങനെ ഇരിക്കുകയാണ്. സിറ്റിലോട് മാർക്കിനോട് യാത്ര പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബസ്സിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടാവും. അന്ന് ഏകദേശം ഒരു രാത്രി 11 മണിയാകാറായപ്പോ മാർക്കിന്റെ വസതിയുടെ വാതിൽ ഒരാൾ വന്ന് മുട്ടി. മാർക്ക് ആരാന്ന് ചോദിച്ചതും വാതിലിന് പുറത്തേക്കുന്ന ആള് ജനാലക്കുഴി മാർക്കിനെ നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനാണേ രാവിലെ കണ്ട ഗാർഡ്. അത് കേട്ടതും മാർക്ക് അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. അകത്തേക്ക് വന്ന അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഒരു കാര്യം പറയാനാ വന്നത്. അങ്ങനെ പറയുമ്പോൾ അയാൾ തിരിഞ്ഞ് സിറ്റി ലോഡിന്റെ വസതിയിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്തു പറ്റി? മാർക്ക്, ഇത് തികച്ചും ഒരു രഹസ്യമാണ്. ആ സിറ്റി ലോഡ് മാർക്കിനെ ഷീ കുടുംബത്തെ ഏൽപ്പിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. ശരിക്കും
മാർക്കിനെ ഞെട്ടിപ്പിച്ച ഒരു വാചകമാണ് ആ ഗാർഡ് പറഞ്ഞത്. മാർക്ക്, ഇന്ന് വൈകുന്നേരം ഞാൻ സിറ്റി ലോഡിൻ്റെ വസതിയിൽ ഒരു കാര്യം സംസാരിക്കാൻ പോകുമ്പോഴാണ് അകത്ത് നടക്കുന്ന ഈ സംഭാഷണം ഞാൻ കേട്ടത്. ദൂതന്മാരെ ഷീ കുടുംബത്തിലേക്ക് സിറ്റി ലോഡ് അയച്ചു കഴിഞ്ഞു. യാവോ കുടുംബത്തിലേക്ക് ദൂതന്മാരെ അയക്കാമെന്നാണ് സിറ്റി ലോഡ് മാർക്കിനോട് പറഞ്ഞിരുന്നത്. അതിന് പകരം സിറ്റി ലോഡ് ഷീ കുടുംബത്തിലേക്കാണ് ദൂതന്മാരെ അയച്ചിരിക്കുന്നത്. ഷീ കുടുംബത്തിലെ എൽഡേഴ്സ് സ്ഥലത്തെത്തിയാൽ മാർക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആ ഗാർഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. സമീപത്തുള്ള ഷീ കുടുംബത്തിലെ ആളുകളെയാണ് സിറ്റിലോട് ഇവിടേക്ക് ആദ്യം വിളിച്ചു വരുത്തുക. എൻ്റെ കണക്കൂട്ടലനുസരിച്ച് നേരം വെളുക്കുമ്പോൾ അവർ ഇവിടെ എത്തും. മാർക്ക്, നിനക്ക് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെട്ടോളണം. ഏയ് സുഹൃത്തെ, ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് നീ പറയുന്നത്? മാർക്ക്, ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. ഇവിടുന്ന് ടൗൺ വരെ എത്താനും ഞാൻ സഹായിക്കാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ മാർക്ക്, നീ നിന്റെ കഴിവ് ഉപയോഗിച്ച് എങ്ങനെ രക്ഷപ്പെട്ടോളണം. തൽക്കാലം ടൗണിൽ ആരും കാണാതെ താമസിക്കാൻ ഒരു വസതി ഞാൻ ഏർപ്പാടാക്കി തരാം. എൻ്റെ ഒരു ബന്ധുവിൻ്റെ വസതിയാണ്. അവിടെ ഇപ്പോൾ ആരും വരാൻ സാധ്യതയില്ല. പക്ഷേ മാർക്ക്, ഞാൻ വീണ്ടും പറയുന്നു, അതും സുരക്ഷിതമായ സ്ഥലമൊന്നുമല്ല. കുറച്ച് ദിവസം മാർക്കിനെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റും. ഇവിടെ മാർക്കിനെ തിരക്കി ഷീ കുടുംബക്കാരെ എത്തുമ്പോൾ മാർക്കിനെ കാണാതെ വന്നാൽ എല്ലായിടത്തും ഒരു തിരക്കും. അങ്ങനെ തിരക്കുമ്പോൾ ഇവിടെയുള്ള ജീവനക്കാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ തിരക്കാൻ സാധ്യതയുണ്ട്. തിരക്കി ചിലപ്പോൾ എൻ്റെ ആ ബന്ധുവിൻ്റെ വീട്ടിലും എത്തും. അതിന് എന്തായാലും ഒരാഴ്ച സമയം പിടിക്കും. അതിനിടയിൽ മാർക്ക്, നീ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടോ. ആ സിറ്റി ഗാർഡ് അങ്ങനെ പറഞ്ഞതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല, നീ എന്തിനാ എന്നെ സഹായിക്കുന്നത്? മാർക്ക്, നിന്റെ ഹിസ്റ്ററിയാണ് എന്നെ ആകർഷിച്ചത്. നീ എതിരിടുന്നത് ഇവിടുത്തെ വ്യവസ്ഥിതിക്ക് എതിരെയാണ്. ഇവിടെ ഈ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും ചേർന്ന് എല്ലാം അടക്കി വെച്ചിരിക്കുകയാണ്. അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. അവർക്കെതിരെ നിന്നെപ്പോലെ ഒരാൾ എതിരിടുമ്പോൾ എനിക്കും ചോര തിളയ്ക്കും. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാർക്ക്, നിന്നെ സഹായിക്കാനെങ്കിലും എനിക്ക് പറ്റുമല്ലോ. ആ ഗാർഡ് അങ്ങനെ പറഞ്ഞതും മാർക്ക് ആ ഗാർഡിനൊപ്പം ആ രാത്രി തന്നെ അവിടുന്ന് പുറത്തിറങ്ങി. വളരെ ശ്രദ്ധിച്ച് ഒരാളുടെയും ശ്രദ്ധയപ്പെടാതെ മാർക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് ആ ഗാർഡ് മാർക്കിനെയും കൊണ്ട് ആ സിറ്റി ലോഡിനെ വസതിക്ക് പുറത്തെത്തി. അയാള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടുന്ന് ഇടതു ഭാഗത്തേക്ക് പോയ ടൗണാണ്. നമുക്ക് ടൗണിലേക്ക് നേരെ പോകണ്ട. നമുക്ക് വലതു ഭാഗത്തുള്ള വഴി കൂടെ ഇറങ്ങി ചെറിയ വഴി കൂടെ കറങ്ങി വേണം ടൗണിലെത്താൻ. നേരെ പോയാൽ റോന്തു ചുറ്റുന്ന ആരെങ്കിലും നമ്മളെ കാണാൻ സാധ്യതയുണ്ട്. ആ സിറ്റിയിൽ രാത്രി ഒത്തിരിയേറെ ആളുകൾ ക്രമസമാധാന പാലനത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ശ്രദ്ധയിൽ മാർക്ക് ഫിൽഡർ പെടാനുള്ള സാധ്യത ആ ഗാർഡ് മുന്നിൽ കാണുകയാണ്. ഗാർഡ് പറഞ്ഞ അനുസരിച്ച് മാർക്ക് ഗാർഡിനൊപ്പം നടന്നു തുടങ്ങി. ഗാർഡ് വലതു ഭാഗത്തേക്ക് മാർക്കിനെ കൊണ്ടുപോയി അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് ഒരു ചെറിയ വഴിയിലേക്ക് ഇറങ്ങി. ആ വഴി വളഞ്ഞ് അങ്ങനെ പോവുകയാണ്. മാർക്ക് ഏകദേശം 1 മണിക്കൂറെങ്കിലും ആ ഗാർഡ് ഒന്നിച്ച് നടന്നു കാണും. നടന്ന് അവർ രണ്ടുപേരും കൂടി ഒരു കാടിന് സമീപത്തുള്ള വഴിയുടെ അടുത്തെത്തി. ആ സ്ഥലത്തെത്തിയതും ഗാർഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടെ നിൽക്കേ. ഏയ്, ഇവിടെ എന്തിനാണ് നമ്മൾ നിൽക്കുന്നത്? മാർക്ക്, തൽക്കാലം ഇവിടെ നിൽക്ക്, ഞാൻ പരിസരം ഒന്ന് നോക്കട്ടെ. ഇവിടുന്ന് ഇടത്തോട്ട് പോയാലാണ് ടൗൺ. ടൗണിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉറപ്പായും ഒരു ശ്രദ്ധ വേണം. സമയം ഏകദേശം രാത്രി 12 മണിയോട് അടുപ്പിച്ചായിരിക്കുകയാണ്. ആ രാത്രിയിൽ തികഞ്ഞ നിശബ്ദതയിൽ ആ ചെറുപ്പക്കാരൻ മാർക്കിനെ അവിടെ നിർത്തിയിട്ട് ആ റോഡിലോട്ട് കയറി റോഡ് ക്രോസ് ചെയ്ത് ഒരു ശബ്ദം ഉണ്ടാക്കി. ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത് ഒരു കിളിയുടെ ശബ്ദമാണ്. ആ കിളിയുടെ ശബ്ദം അവിടെ അങ്ങനെ ഉയർന്നു കേട്ടതും കാടിൻ്റെ അകത്തുനിന്ന് അനവധി ആളുകൾ അവിടേക്ക് നടന്നു വന്നു. അവര് മാർക്കിനെ അങ്ങ് വളഞ്ഞു. മാർക്കിനെ വളഞ്ഞ ആ ആളുകളെ മാർക്കൊന്ന് നോക്കി. എല്ലാവരും ശരിക്കും ശക്തരാണ്. അതിശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ഒരു നിരയാണ് മാർക്കിനെ വളഞ്ഞിരിക്കുന്നത്. മാർക്ക് വല്ലാത്തൊരു അമ്പരപ്പോടെ ആ സിറ്റി ലോഡിന്റെ ഗാർഡിനെ നോക്കിയതും ഗാർഡ് ഒന്ന് ചിരിച്ചു. മാർക്ക്, നിന്നെ ഷീ കുടുംബത്തിന് പിടിച്ചു കൊടുത്താൽ ലഭിക്കുന്ന ഇനം അത് എന്നെ ഒന്ന് മോഹിപ്പിച്ചു, അത്രയേ ഉള്ളൂ. മാർക്ക്, നീ ഇവരെ തെറ്റിദ്ധരിക്കുന്നത് ചെയ്യരുത്. പണം അതാണ് സർവപ്രധാനം. ഷീ കുടുംബം മാർക്കിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിനെ കിട്ടാനായിട്ട് സകല മാർഗങ്ങളും അവർ അവലംബിക്കുകയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷീ കുടുംബത്തിന് മാർക്കിനെ പിടിച്ച് കെട്ടിക്കൊണ്ട് കൊടുത്താൽ ഷീ കുടുംബം അവർ ചോദിക്കുന്ന പണം അവർക്ക് കൊടുക്കും. ആ കാര്യം ആ ഗാർഡിന് അറിയാം. ഗാർഡ് പറഞ്ഞത് കേട്ട് മാർക്ക് അവനോട് ചോദിച്ചു, എടാ, നീ എന്നെ ചതിച്ചതാണല്ലേ? മാർക്ക്
ഇതിനെ ചതിയെന്നൊന്നും പറയരുത്. രണ്ട് ഭാഗവും ഫൈറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ പാർട്ടാകണമല്ലോ എല്ലാ ആളുകളും. ഷീ കുടുംബവും നീയും തമ്മിലുള്ള ആ ഫൈറ്റിൽ ഞാൻ ഷീ കുടുംബത്തിന്റെ പാർട്ടായി, അത്രയേ ഉള്ളൂ. ഇതിനെ ചതിയായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്ക് അവനോട് ചോദിച്ചു, നീയും നിന്റെ ഈ ആളുകളും വിചാരിച്ചാൽ എന്നെ പിടിച്ചു കെട്ടാം എന്നാണോ നീ ധരിക്കുന്നത്? മാർക്ക്, നിന്റെ ചോദ്യം ശരിക്കും പ്രസക്തമായ ചോദ്യമാണ്. നീ പൂർണ്ണ ആരോഗ്യവാനായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്തരത്തിലൊരു പ്ലാന് ഉണ്ടാക്കുമായിരുന്നില്ല. എനിക്കിപ്പോൾ ഒരു കാര്യം അറിയാം, നീ ശരിക്കും ക്ഷീണത്തിലാണ്. നിനക്ക് നിന്റെ കൈ പോലും നേരെ എടുത്തുനിന്ന് ഉയർത്താൻ കഴിയില്ല. അതാണ് സത്യം. ആ ഗാർഡ് പറയുന്നതിൽ ശരിയുണ്ടെന്നുള്ള കാര്യം മാർക്കിന് അറിയാം. മാർക്ക് ആ കാടിനകത്തുനിന്ന് സിറ്റി വരെ എത്തിയപാട് മാർക്കിനെ അറിയും. അനവധി സ്ഥലത്ത് വീണും ഇരുന്നും ഒക്കെയാണ് മാർക്ക് ഒരു പരുവത്തിൽ അവിടം വരെ എത്തിയത്. അവിടെ എത്തി കുറച്ച് ആഹാരവും കഴിച്ച് വൈനും കുടിച്ചപ്പോൾ ഒരു ചെറിയ ആശ്വാസം മാർക്കിനുണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു മണിക്കൂറിലെ നടത്തം വീണ്ടും മാർക്കിനെ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് രക്തം ചോർന്നു പോയിട്ടുണ്ട്. മാർക്കിന്റെ ബോഡിക്കുള്ളിലെ ആ സ്പിരിച്വൽ എനർജി ഏതാണ്ട് പൂർണ്ണമായി എരിഞ്ഞു തീർന്നിരിക്കുകയാണ്. അത് റീകൂപ്പ് ചെയ്തെടുക്കാൻ മാർക്കിന് സമയം വേണം. തികച്ചും ദുർബലനായിരിക്കുന്ന മാർക്കിനെയാണ് ആ ഗാർഡ് ഇവിടെ ഇതാ പെടുത്തിയിരിക്കുന്നത്. മാർക്ക് മനസ്സിൽ പല കാൽക്കുലേഷൻസ് നടത്തുകയാണ്. എന്താ ഇപ്പൊ ചെയ്യുക? മാർക്കിന്റെ കയ്യിൽ ആ ഇരുമ്പ് വടിയുണ്ട്. ഷാങ്മാങ്ങിന് കൊടുത്ത ഇരുമ്പ് വടി മാർക്ക് തിരിച്ചു വാങ്ങിച്ചിരുന്നു. ഷിയാവുവിൻ്റെ ആ ബ്രേസ്ലെറ്റ് പൊട്ടിപ്പോയി. മാർക്കിന്റെ കയ്യിൽ പിന്നെ ഉള്ളത് ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടനാണ്. ബാക്കിയൊക്കെ മാർക്കിന്റെ ബോഡിയുമായി കണക്റ്റഡ് ആണ്. മാർക്കിന്റെ കയ്യിൽ പിന്നീടുള്ള എല്ലാ ഡിവൈൻ വെപ്പൺസിനും സ്പിരിച്വൽ എനർജി കൂടിയേ തീരൂ. മാർക്ക് ശരിക്കും ഒരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. പക്ഷേ അത് പുറത്തു കാണിക്കാതെ മാർക്ക് ബോഡി ഒന്ന് അനക്കിയതും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ ഗോൾഡൻ പ്രകാശം ഉണ്ടായി. മാർക്കിന്റെ ആ ഓറ മാർക്കിന് ചുറ്റും ഇങ്ങനെ ശക്തമായി വർദ്ധിക്കുകയാണ്. ആ ഓറ കേട്ടതും മാർക്കിനെ വളഞ്ഞ ആളുകൾ ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറി. അത് കേട്ടത് ഗാർഡ് മാർക്കിനെ വളഞ്ഞ ആളുകളോട് പറഞ്ഞു, ഹേയ്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. മാർക്കിനെ ഏതാനും സെക്കൻഡുകൾ കൂടിയേ പിടിച്ചിരിക്കാൻ പറ്റും. ഞാൻ മാർക്കിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് മാർക്കിനെ വായിക്കാൻ പറ്റുന്നു എന്നതാണ് സത്യം. മാർക്കിന്റെ ബോഡിയിൽ അവസാന ഊർജ്ജം എടുത്ത് ഉപയോഗിച്ചിട്ടാണ് ആ ഗോൾഡൻ പ്രകാശം ഒന്ന് സൃഷ്ടിച്ചത്. ആ ആളുകളെ ഭയപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് മാർക്കിന് ഉണ്ടായിരുന്നത്. മാർക്ക് ആ ഗാർഡ് പറഞ്ഞത് കേട്ടതും അവനോട് പറഞ്ഞു, ഏയ്, നിന്നെയൊക്കെ കൊല്ലാൻ എനിക്ക് ഇത് മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കിന്റെ കയ്യിലേക്ക് ആ എൻറ്റയർ ഊർജ്ജവും കേന്ദ്രീകരിക്കുകയാണ്. മാർക്കിന്റെ ബോഡിക്കകത്ത് സാധാരണഗതിയുള്ള ഊർജത്തിന്റെ 10% പോലും ഇപ്പൊ മാർക്കിന്റെ ബോഡിയിലില്ല. ആ ബാലൻസ് ഉള്ള ഊർജത്തെ മാർക്ക് കയ്യിലേക്ക് കേന്ദ്രീകരിച്ചതും ആ ഗാർഡ് കൂടെ ഉള്ളവരോട് പറഞ്ഞു, അറ്റാക്ക്. കേൾക്കേണ്ട താമസം അവര് മുന്നോട്ട് കുതിച്ചു. മാർക്ക് കൈ നിവർത്തി ആഞ്ഞൊന്ന് ഇടിക്കുകയും ചെയ്തു. ഇടിച്ച ആ നിമിഷത്തിൽ മാർക്ക് താഴേക്ക് വീണു. മാർക്കിന്റെ ബാലൻസ് പോയെന്ന് പറയാം. ശരിക്കും മാർക്ക് എന്തുമാത്രം ക്ഷീണത്തിലായിരുന്നുവെന്ന് താഴേക്ക് മാർക്ക് വീണ കണ്ടതും ആളുകൾക്ക് മനസ്സിലായി. മാർക്കിന്റെ അടുത്തേക്ക് ഓടി വരികയായിരുന്ന ആ ഫൈറ്റേഴ്സ് അബ്രപ്റ്റായിട്ട് അവിടെ അങ്ങ് നിന്നുപോയി. താഴേക്ക് വീണ മാർക്കിനെ തന്നെ അവരങ്ങനെ നോക്കുമ്പോൾ മാർക്കിന്റെ വായിന്ന് ചോര വരികയാണ്. മാർക്ക് അവസാന ശ്രമ നിലയിൽ മൊത്തം കരുത്തും കയ്യിലേക്ക് കേന്ദ്രീകരിച്ച് ആഞ്ഞിടിച്ചപ്പോൾ മാർക്കിന്റെ എൻറ്റയർ ഊർജവും ആ കയ്യിലൂടെ പുറത്തു വന്നതാണ്. അത് മാർക്കിനെ ശരിക്കും ബാധിച്ചു. അങ്ങനെയാണ് ചോര പുറത്തേക്ക് വന്നത്. അത് കണ്ടതുകൊണ്ടാണ് ആ ഫൈറ്റേഴ്സ് അവിടെ വഴിക്കങ്ങ് നിന്നത്. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരാളെ ആക്രമിക്കാനുള്ള ഒരു മനസ്സ് അവർക്കില്ല എന്നതാണ് സത്യം. അവരങ്ങനെ അവിടെ മടിച്ചു നിൽക്കുന്ന കണ്ടതും ഗാർഡ് അവരോട് പറഞ്ഞു, ഏയ്, എന്താ നിങ്ങളങ്ങനെ നിന്നത്? ഏയ്, നമ്മൾ അയാളെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. മാർക്ക് ഇനി അധിക സമയം ഉണ്ടാവില്ല. അവൻ്റെ ബോഡി കണ്ടാൽ അറിഞ്ഞൂടെ? മരണത്തെ മുഖാമുഖം കാണുന്ന ഒരാളെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നതിൽ ഒരു കാര്യവുമില്ല എന്നത് ആ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ ഗാർഡിന് അങ്ങോട്ട് ഇഷ്ടമായില്ല. അയാള് അവരോട് പറഞ്ഞു, ഹേയ്, നിങ്ങൾ എന്തായി പറയുന്നത്? ഇത് മാർക്ക് ഫെല്ലറാണ്. ഈ മാർക്ക് ഫെല്ലറെ കൊലപ്പെടുത്തിയ ആൾ എന്ന പേര് ഒരു ചില്ലറ പേരൊന്നുമല്ല. നമുക്ക് ജീവിതത്തിൽ ഒരേ ഒരു തവണ മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണത്. ഞാൻ അതുകൊണ്ട് മാർക്കിനെ കൊല്ലാൻ പോവുകയാണ്. ഞാനാണ് മാർക്കിനെ കൊന്നതെന്ന് ഞാൻ ഷീ കുടുംബക്കാരോട് പറയുമ്പോൾ അവരെന്നെ 2 കൈ നീട്ടി സ്വീകരിക്കും. അവരുടെ പ്രഖ്യാപിത ശത്രുവിനെ കൊല്ലുന്ന ഒരാളെ അവര് ഉറപ്പായും അവരുടെ കുടുംബത്തിനെ ഭാഗമാക്കും. 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ഏറ്റവും ശക്തമായ കുടുംബത്തിൽ ഒന്നാണല്ലോ ഷീ. ആ കുടുംബത്തിലെ ഒരു അംഗമാകാൻ
ഇത് ആ ഗാർഡിന് ഒരു സുവർണ അവസരം കിട്ടിയിരിക്കുകയാണ്. അത് മനസ്സിൽ പതിഞ്ഞ അയാൾ മുന്നോട്ട് കുതിച്ചു. ഈ സമയത്ത് മാർക്കിന്റെ കണ്ണുകൾ ഏതാണ്ട് അടഞ്ഞു വരികയാണ്. മുന്നോട്ട് കുതിച്ച ഗാർഡ് ഓടി മാർക്കിന്റെ അടുത്തെത്തി. മാർക്കിന് തന്റെ വിരല് പോലും ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. മാർക്ക് തികച്ചും ദുർബലനായിരിക്കുകയാണ്. മാർക്കിന്റെ കണ്ണുകൾ അടഞ്ഞിട്ടില്ല എന്ന് മാത്രം, പക്ഷെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയാണ്. ആ സമയത്താണ് ആ ഗാർഡ് കൈയൊന്ന് ഉയർത്തുന്നത്. അയാളൊരു മാർഷൽ ആർട്ടിസ്റ്റാണ്. കൈ ഉയർത്തി ഒരൊറ്റയടിക്ക് മാർക്കിനെ കൊല്ലാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ആ ഗാർഡ്. അവൻ കൈയൊന്ന് ഉയർത്തിയതും അവനും മാർക്കിനുമിടയിൽ ഒരു പർപ്പിൾ പ്രകാശം പ്രത്യക്ഷപ്പെട്ടതും അതേ നിമിഷത്തിലാണ്. ആ പർപ്പിൾ പ്രകാശം ആ ഗാർഡിനെ ഒറ്റയടിക്ക് തെറിപ്പിക്കുന്നത് അടഞ്ഞു വരുന്ന കണ്ണുകൾക്കിടയിലൂടെ മാർക്ക് കണ്ടു. അതോടൊപ്പം മാർക്കൊരു ശബ്ദവും കേട്ടു. മാർക്കിനെ തുടർന്നോ? ഒരു വല്ലാത്ത അലർച്ചയോടുകൂടി ഒരു സ്ത്രീയുടെ ശബ്ദമാണ് ശരിക്കും ആ ഗാർഡ് കേട്ടത്. ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ആ ഗാർഡ് തെറിക്കുകയും ചെയ്തു. മാർക്കും ആ ശബ്ദം കേട്ടു. ആ ശബ്ദം കേൾക്കുന്നിടയിൽ തന്നെ മാർക്കിന്റെ കണ്ണങ്ങ് അടയുകയും ചെയ്തു. മാർക്കിന്റെ തൊട്ടു മുന്നിലെത്തിയ ജു ഊ തിരിഞ്ഞ് ഗാർഡിനെ ഒന്ന് നോക്കി. അവനെ ഏതാണ്ട് 3-4 സ്റ്റെപ്പ് തെറിച്ചിട്ടുണ്ട്. അവൻ ആ രാത്രിയിൽ ആ റോഡിൽ മാർക്കിന്റെ തൊട്ടു മുന്നിൽ കണ്ട ആ സ്ത്രീയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏകദേശം ഒരു 5 അടിയോളം മാത്രം പൊക്കമുള്ള ഒരു സുന്ദരിയാണ് അവിടെ നിൽക്കുന്നത്. അത് കണ്ടതും ആ ഗാർഡിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, അവളെ പിടിച്ചു കെട്ട്. അത് കേട്ടതും മാർക്കിനെ നേരത്തെ വളഞ്ഞു നിന്ന ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഒരാൾ മുന്നോട്ട് കുതിച്ചു. ശരിക്കും ആദ്യം ആ പെൺകുട്ടിയെ പിടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവനുണ്ടെന്ന അർത്ഥം. മുന്നോട്ട് കുതിച്ച അവൻ അടുത്ത നിമിഷത്തിൽ ചിതറുന്ന ഒരു കാഴ്ച അതാണ് ആളിൽ കണ്ടത്. ആ രാത്രിയിൽ ആ കാഴ്ച അങ്ങനെ അവർക്ക് കാണാൻ പറ്റുള്ളൂ. ജൂന്റെ ഇടതു ഭാഗത്തേക്ക് വന്ന ആ ആളെ ജൂ ഇടത് കൈകൊണ്ട് ഒരൊറ്റയാടി. ആ അടി ആ ആളുടെ പുറത്ത് പതിച്ചതും അവൻ ശരിക്കും ഒന്ന് ചിതറുകയായിരുന്നു. തലയും ഉടലും കൂടി ചിതറുന്ന രംഗം ശരിക്കും ഒരു ഭീകരമായ രംഗമായിരുന്നു. ഒറ്റയടിക്ക് ഒരാളെ ചിതറിക്കുന്ന ഒരാളുടെ ശക്തി സങ്കല്പിക്കാനാവുന്ന കാര്യമല്ല. ആ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും തന്നെ അത്തരത്തിൽ ഒരു എബിലിറ്റി ഇല്ല. സ്വാഭാവികമായിട്ട് എല്ലാവരും പെട്ടെന്ന് പുറകോട്ട് മാറി. പക്ഷെ അവർക്ക് ആ പുറകോട്ട് മാറാൻ കഴിഞ്ഞു എന്നല്ലാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള അവസരം കിട്ടിയില്ല. ജൂ അടുത്ത 2 മിനിറ്റ് കൊണ്ട് ആ ഗാർഡ് ഒഴികെയുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കി. ജൂവിന്റെ കൈ പതിയുന്നതും ആളുകൾ കൊല്ലപ്പെടുന്നതും ഒരു സ്വപ്നത്തിൽ എന്ന പോലെയാണ് ആ ഗാർഡ് കണ്ടത്. അവനവിടെ സ്റ്റക്കായിട്ട് അങ്ങനെ പ്രതിമ പോലെ നിൽക്കുകയാണ്. അവന്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന മുഴുവൻ മാർഷൽ ആർട്ടിസ്റ്റുകളും കൊല്ലപ്പെട്ടു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവന് അല്പസമയം വേണ്ടി വന്നു. അവനെ കൊല്ലാതെ നിർത്തിയിരിക്കുന്ന ജൂ അവനോട് ചോദിച്ചു, ഏയ്, നീ എന്തിനാ മാർക്കിനെ കൊല്ലാൻ ശ്രമിച്ചത്? യുവർ ലോർഡ്, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഏയ്, നീ ആരാ? നീ എവിടെ നിന്നാ വന്നത്? യുവർ ലോർഡ്, ഞാൻ ഈ സിറ്റി ലോഡിന്റെ വസ്തുയുടെ കാവൽക്കാരനാണ്. അവൻ അത്രേ പറഞ്ഞുള്ളൂ. അതിനപ്പുറത്തേക്ക് അവന് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല എന്നതാണ് സത്യം. ജൂ അടുത്ത ഇടിയിൽ അവനെ അങ്ങ് അവസാനിപ്പിച്ചു. അതിനുശേഷം മാർക്കിനെ എടുത്ത് ഷോൾഡറിലേക്ക് ഇട്ട ജൂ മാർക്കിനെയും കൊണ്ട് ഒരൊറ്റ പാച്ചിൽ. കുറെ നേരം കഴിഞ്ഞതും ജൂ ആ സിറ്റി ലോഡിന്റെ വസ്തുവിലെ ഗേറ്റിനടുത്തെത്തി. അവിടെ കുറെ ഗാർഡുകളുണ്ട്. മാർക്ക് ഫെല്ലറെ അവിടെ ഒരിടത്തേക്ക് ചാരി ഇരുത്തിയിട്ട് ജൂ ആ ഗേറ്റിനകത്തേക്ക് അങ്ങ് കയറി. അർദ്ധരാത്രി ഒരു പെൺകുട്ടി ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് വരുന്ന കാഴ്ച ഗാർഡുകൾ കാണുകയും ചെയ്തു. ആ ഗാർഡുകളുടെ മുന്നിലുണ്ടായിരുന്ന ആള് എന്താ എന്ന് ചോദിക്കാനായി വാ തുറന്ന കാഴ്ച പലരും കണ്ടതാണ്. പക്ഷേ ബാക്കി അവർ കാണുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ അവിടെ ഇല്ല. അവൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പിന്നീട് ആ സിറ്റിക്കകത്ത് നടന്നത് ശരിക്കൊരു താണ്ഡവമാണ്. അടുത്ത അരമണിക്കൂർ ജൂ നടത്തിയ ആ താണ്ഡവത്തിൽ കൊല്ലപ്പെട്ടത് 100 കണക്കിന് ആളുകളാണ്. ആ സിറ്റിയിൽ 10-200 ഗാർഡുകൾ ഉണ്ടായിരുന്നു. ആ ഗാർഡുകളിൽ പലരും യുദ്ധം നടക്കുന്ന വിവരം അറിഞ്ഞ് സിറ്റിയിലുള്ള വസ്തുക്ക് സമയത്തേക്ക് ഓടിയെത്തിയതാണ്. അവിടെ ഓടിയെത്തിയ മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടപ്പോഴാണ് അകത്ത് സിറ്റിയിലോട് വിവരം അറിയുന്നത്. അദ്ദേഹം ഓടിയെത്തി. ശരിക്കും ആ സമയത്ത് ജൂ കൊല്ലാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. ജൂവിന്റെ തൊട്ടടുത്ത് മാർക്ക് ഫെല്ലർ അങ്ങനെ കിടക്കുകയാണ്. ഓടിയെത്തിയ സിറ്റിയിലോട് ആ 2 കാഴ്ചയും കാണുകയാണ്. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ തൊട്ടടുത്ത് സാക്ഷാൽ മാർക്ക് ഫെല്ലർ അങ്ങനെ കിടക്കുകയാണ്. അരുതാത്തത് എന്തോ സംഭവിച്ചുവെന്ന് ആ കാഴ്ച ആ സിറ്റിയിലോട് വിളിച്ചു പറയുന്നുണ്ട്. ഓടി വന്ന അയാൾ മുട്ടുകുത്തി ജൂവിന്റെ മുന്നിലേക്ക്. അതിനുശേഷം തൊഴുകയോടെ അയാൾ ജൂവിനോട് പറഞ്ഞു, തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഏയ്, ആരാ നീ?
ഞാൻ ഈ സിറ്റിയുടെ നടത്തിപ്പുകാരനാണ്, സിറ്റിയിലുള്ളന്ന് എന്നെ വിളിക്കുക. ഏയ്, നീയാണോ മാർക്ക് ഫെൽറെ കൊല്ലാൻ ആളെ വിട്ടത്? യുവർ ലോർഡ്, ക്ഷമിക്കണം, ഞാനത് ചെയ്തിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. മാർക്ക് എന്നടുത്ത് അഭയം തേടി വന്നതാണ്. മാർക്കിനെ യാവോ കുടുംബവുമായി കണക്ട് ചെയ്യാൻ ഒരു ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നാളെ രാവിലെ ആളുകളെ അങ്ങോട്ടേക്ക് അയക്കാൻ പോവുകയായിരുന്നു. ഹേയ്, നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ ജൂ പറഞ്ഞതും സിറ്റിലോട് ജൂവിനോട് പറഞ്ഞു, ക്ഷമിക്കണം, അങ്ങനെ ചെയ്യരുത്. മാർക്ക് ഉറക്കമെണീറ്റാൽ മാർക്കിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അതൊരു നല്ല സജഷനായിട്ട് പെട്ടെന്ന് ജൂവിന് തോന്നി. ജൂ ആ സിറ്റി ലോഡിനോട് പറഞ്ഞു, ശരി, അതുവരെ നീ എന്നെ അസിസ്റ്റ് ചെയ്യണം, എനിക്ക് വിശക്കുന്നുണ്ട്. സിറ്റി ലോഡ് ജൂ പറഞ്ഞ കാര്യം ചെയ്യാമെന്ന് ഏറ്റു. സിറ്റി ലോഡ് ഉടൻ തന്നെ മാർക്കിനെയും ജൂവിനെയും അയാളുടെ വസതിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ജൂ പറയുന്നതനുസരിച്ച് ആഹാരം തയ്യാറാക്കി ജൂവിന്റെ മുന്നിൽ അണിനിരത്തുന്ന ജോലി മാത്രമാണ് അയാൾക്കുള്ളത്. ശരിക്കും ഭയന്നുകൊണ്ട് ആ സിറ്റിയുടെ ചുമതലക്കാരൻ ആ കാര്യങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു വലിയ കാഴ്ചയായി മാറും. ജൂ അത്തരത്തിൽ ഒരു ടെററാണ്. ശരിക്കും ആ സിറ്റിയിൽ ആ രാത്രി നടന്ന കാര്യങ്ങൾ സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ്. ജൂവിനെ എതിരിട്ട മുഴുവൻ ആളുകളും ജൂ കൊന്നിരിക്കുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ അവിടെ ഒരു ബെഡിൽ അങ്ങനെ കിടക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിലേക്ക് ഇതിനിടയിൽ ജൂ തന്റെ കൈ ഒന്ന് വെച്ചിരുന്നു. ജൂവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്പിരിച്വൽ എനർജി മാർക്കിന്റെ ബോഡിയിലേക്ക് കയറി. ബാക്കി അങ്ങോട്ട് കയറുന്നില്ല. മാർക്കിന്റെ ബോഡിയിലേക്ക് സ്പിരിച്വൽ എനർജി ഇനി കയറണമെങ്കിൽ മാർക്കിന് മരുന്ന് അനിവാര്യമാണ്. ആ ധാരണ ഏകദേശം ഇപ്പോൾ ജൂവിനും ഉണ്ട്. സാധാരണഗതിയിൽ ജൂ കൈവച്ചാൽ മാർക്കിന്റെ ബോഡിയിൽ സ്പിരിച്വൽ എനർജി കയറേണ്ടതാണ്. വളരെ വളരെ ഗുരുതരമായി മാർക്കിനെ പരിക്കേറ്റിരിക്കുന്നു എന്നാണ് അത് വിളിച്ചു പറയുന്നത്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ജൂ സിറ്റി ലോഡിനോട് പറഞ്ഞു, മാർക്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ സിറ്റി ഉണ്ടാകില്ല. തന്നോട് സംസാരിക്കുന്ന ആ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് അത് ഇതുവരെയും സിറ്റി ലോഡിന് മനസ്സിലായിട്ടില്ല. മാർക്ക് ഫെല്ലറേക്കാൾ ടെററാണ് വന്നിരിക്കുന്ന ആള്. അത് മാത്രമാണ് അയാൾക്ക് ആകെ അറിയാവുന്നത്. നേരം പരപരാ വെളുത്തപ്പോൾ മാർക്ക് കണ്ണു തുറന്നു. മാർക്ക് കണ്ണു തുറക്കുമ്പോൾ മാർക്കിന്റെ അടുത്തുള്ള ടേബിളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ജൂ. മാർക്ക് കണ്ണു തുറന്ന് കണ്ടതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ബാ, നമുക്ക് കഴിക്കാം. വളരെ കൂളായിട്ടാണ് ജൂ അത് പറഞ്ഞത്. ശരിക്കും ജൂവിനെ കണ്ടപ്പോൾ മാർക്കിന്റെ ഒരു വല്ലാത്ത ആശ്വാസം. മാർക്കിന്റെ കണ്ണുകൾ അടയുന്ന ആ നിമിഷത്തിൽ മാർക്ക് ജൂവിന്റെ ശബ്ദം കേട്ടിരുന്നു. ജൂവിന്റെ രൂപം കൃത്യമായി മാർക്ക് കണ്ടില്ലെങ്കിലും ജൂവിന്റെ ശബ്ദം മാർക്ക് തിരിച്ചറിഞ്ഞിരുന്നു. ആ നിമിഷത്തിലാണ് മാർക്കിന്റെ ബോധം പോയത്. മാർക്ക് സന്തോഷത്തോടെ ജൂവിനെ നോക്കിയപ്പോൾ ജൂ മാർക്കിന്റെ അടുത്തെത്തി മാർക്കിനെ ഒന്ന് താങ്ങിയിരുത്തി. മാർക്കിനെ ശരിക്കും എണീറ്റിരിക്കാൻ ലേശം പാടുണ്ട്. ഈ കാഴ്ച കണ്ട സിറ്റിലോടും മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക്, ദയവായി സുഹൃത്തുക്കളോട് പറയൂ, ഞാൻ മാർക്കിനെ ഉപദ്രവിച്ചിട്ടില്ലെന്ന്. അത് കേട്ടതും മാർക്ക് സിറ്റിലോടിനോട് ചോദിച്ചു, എന്താ പറ്റിയത്? മാർക്ക്, എന്റെ ഗാർഡുകളിൽ ഒരാള് നിന്നെ കബളിപ്പിച്ച് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരം ഞാൻ എപ്പോഴാണ് അറിയുന്നത്. സിറ്റിലോട് ആ വിവരം ഇതിനിടയിൽ തിരക്കി അറിഞ്ഞിരുന്നു. സംഭവിച്ച കാര്യങ്ങളൊക്കെ സിറ്റിലോട് മാർക്കിനോട് പറഞ്ഞപ്പോൾ മാർക്കിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്ക് അത്ഭുതത്തോടെ, അമ്പരപ്പോടെ, അവിശ്വസനീയതയോടെ ജൂനൊന്ന് നോക്കിയിട്ട് സിറ്റിലോടിനോട് ചോദിച്ചു, സിറ്റിലോട്, ആകെ എത്ര പേരാ മരിച്ചത്? മാർക്ക്, ഒരു ഏകദേശ കണക്കനുസരിച്ച് 117 ആളുകളാ കൊല്ലപ്പെട്ടത്. മാർക്കിനെ രക്ഷിക്കാൻ വേണ്ടി 117 ആളുകളെ ആ രാത്രിയിൽ ജൂ കൊന്നു തള്ളി എന്നുള്ള കഥ കേട്ട് മാർക്ക് അറിയാതെ 2 കൈയും തലയിൽ വെച്ചു പോവുകയാണ്. ജൂവിന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. ജൂ മാർക്കിന്റെ അടുത്ത് എണീറ്റ് ഈ സമയത്ത് ആ ഭക്ഷണം കഴിക്കുന്ന ടേബിളിലെത്തി വീണ്ടും ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവൻ പറയുന്നത് എന്തെങ്കിലും വാസ്തവമാണോ? ജൂ, സിറ്റിലോട് പറയുന്നത് ശരിയാണ്. അദ്ദേഹം യാവോ കുടുംബത്തിലെ ആളുകളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഒരു ഒഴുക്കൻ പറ്റിലുള്ള മറുപടിയാണ് ജൂ പറഞ്ഞത്. മാർക്ക്, നിന്നെ കബളിപ്പിക്കാനാണ് ഇവൻ ശ്രമിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയേണ്ടതില്ലല്ലോ. അതൊരു വല്ലാത്ത ഭീഷണിയാണ്. മാർക്കിനെ കബളിപ്പിക്കാൻ ആ സിറ്റിലോട് ശ്രമിച്ചാൽ സിറ്റിലോടിനെ ജൂ വലിച്ചു കീറി അവിടെ ഭിത്തിയിൽ ഒട്ടിക്കും. അതാണ് സത്യം. ജൂ പറയുന്ന കാര്യം അതുപോലെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സിറ്റിലോടിന് ഇപ്പൊ സംശയമൊന്നുമില്ല. കഴിഞ്ഞ 12 മണിക്കൂറുകൾ അദ്ദേഹത്തിന് ആ കാര്യം ഉറപ്പാക്കി കൊടുത്തിട്ടുണ്ട്. സിറ്റിലോട് മാർക്കിനോടും ജൂവിനോടായി പറഞ്ഞു, നിങ്ങൾ അവിടെ ആ വീട്ടിൽ റെസ്റ്റ് ചെയ്യും. ഞാൻ രാവിലെ തന്നെ ഒരാളെ യാവോ കുടുംബത്തിലേക്ക് അയക്കാം. അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, വിശ്വസ്തനായ ഒരാളെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് യാവോ കുടുംബത്തിലേക്ക് അപ്പോൾ തന്നെ അയക്കുകയും ചെയ്തു. സിറ്റിലോടിന്റെ വസ്തുവിൽ നിന്ന് അതിവേഗം പറക്കുന്ന ഒരു പക്ഷിയുടെ പുറത്തു കയറി ആ ദൂതൻ
യാവ കുടുംബത്തിലേക്ക് യാത്ര തിരിച്ചത് കണ്ടതിന് ശേഷം സിറ്റിലോട് മാർക്കിനെയും ജൂവിനെയും മാർക്ക് നേരത്തെ താമസിച്ചിരുന്ന ആ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവന്നു. അവിടെ എത്തിയതും മാർക്ക് സിറ്റിലോടിനോട് ചോദിച്ചു, അല്ല യാവ കുടുംബത്തിൽ നിന്ന് മറുപടി കിട്ടാൻ എത്ര സമയം വേണം? മാർക്ക്, ഇവിടുന്ന് ഒരുപാട് ദൂരത്താണ് യാവ കുടുംബത്തിന്റെ പ്രധാന വസതി. അവിടെ ചെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ആരെങ്കിലും കണ്ടെത്തി കാര്യം അവതരിപ്പിക്കണം. മറ്റാരോടും കാര്യം പറയരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 4 ദിവസം കൊണ്ട് കാര്യങ്ങൾ ക്ലിയർ ആകുമെന്നാണ്. അതുവരെ മാർക്ക്, നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ തങ്ങുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. സിറ്റിലോട് ശരിക്കും ഒരു ജോലിക്കാരനെ പോലെ അവർക്കൊപ്പം നിൽക്കുകയാണെന്ന് പറയാം. മാർക്ക് അത് കേട്ടതും ജൂവിനോട് പറഞ്ഞു, ജൂ, അപ്പോൾ നമുക്ക് 4 ദിവസം ഇവിടെ തങ്ങാം. ഓക്കെ മാർക്ക്, അങ്ങനെയെങ്കിൽ അങ്ങനെ. ജൂവിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. സിറ്റിലോട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോ മാർക്ക് ജൂവിനോട് ചോദിച്ചു, അല്ല ജൂ എങ്ങനെ ഇവിടെ എത്തിയത്? മാർക്ക്, നീ ആ ഷീഫെങ്ങിനെ തോൽപ്പിച്ച കഥ ഞാനും അറിഞ്ഞായിരുന്നു. ഞാനേ ആ കിളവനോടോ നിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കിളവനോടോ? അതെ, ആ ഡീൻലിയോടെ. ഹേയ് ജൂ, അങ്ങനെയൊന്നും പറയാതെ. നിങ്ങൾ മാത്രമുള്ളപ്പോൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പുറത്ത് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഡീൻലി തണ്ടർ കോർട്ട്യാർഡിന്റെ ഡീനാണ്, അക്കാര്യം മറക്കരുത്. അതെന്തെങ്കിലും ആവട്ടെ. ഓൾഡ് പറയാണ്, നിന്റെ അടുത്തേക്ക് ഞാൻ വരണമെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സെയിൻറ്റ് വെപ്പൺ വേണമെന്ന്. നിനക്കറിയാമല്ലോ, ആ സെയിൻറ്റ് വെപ്പൺ കിട്ടണമെങ്കിൽ ഒരുപാട് പോയിന്റ് വേണമെന്ന്. ഞാൻ ഡീമൺ സ്ലേയിങ് പീക്കിൽ പോയി ഒരുപാട് വേട്ടയാടി പോയിന്റൊക്കെ സമ്പാദിച്ചു വരുമ്പോൾ കാലം ഒരുപാടാകും. അതുകൊണ്ടാണ് ഓൾഡ് എന്നോട് ആ കാര്യം പറഞ്ഞത്. മാർക്കിന്റെ വിഷയത്തിൽ തൽക്കാലം ജൂ കയറി ഇടപെടാതിരിക്കാൻ ഡീൻലി ഒരു കാര്യത്തിൽ എടുത്തതാണ്. ജൂ പറയുന്ന കേട്ടപ്പോൾ മാർക്കിന് ഏകദേശം കാര്യം മനസ്സിലായി. പെട്ടെന്ന് മാർക്ക് ജൂവിനോട് ചോദിച്ചു, അല്ല പിന്നെ എങ്ങനെയാണ് ഇവിടെ വന്നത്? മാർക്ക്, ഞാൻ ആ ഡീമൺ സ്ലേയിങ് പീക്കിൽ ചെന്നിട്ട് അവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളിൽ നിന്നും ആ പോയിന്റിലേക്ക് വാങ്ങിച്ചു. അതുകൊണ്ട് പോയി ഞാനൊരു ഡിവൈൻ വെപ്പൺ വാങ്ങിച്ച് അതുമായിട്ട് നേരെ ഞാൻ നിന്നെ തിരക്കി ഇങ്ങനെ എത്തി. നിന്നെ തിരക്കി ഇവിടെ പല സ്ഥലത്ത് നടന്നപ്പോഴാണ് നീ ഈ സിറ്റി ലോഡിന്റെ അടുത്തേക്ക് വന്ന കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിന്റെ ഓറ ചേസ് ചെയ്ത ഞാൻ അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് നീ അവിടെ നിന്ന് മൂവ് ചെയ്ത കാര്യം മനസ്സിലായത്. അങ്ങനെയാണ് രാത്രി ഞാൻ ആ കാട്ടിലെത്തുന്നതും നിന്നെ കാണുന്നതും. മാർക്ക്, ഞാൻ കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ ആകെ പ്രശ്നമായനെ. കണ്ണുകൾ അടയുന്ന സമയത്ത് മാർക്കിന് തോന്നിയിരുന്നു താൻ അവസാനിക്കാൻ പോവുകയാണെന്ന്. ശരിക്കും ജൂ ആ സമയത്ത് എത്തിയത് കൊണ്ടാണ് അത് നടന്നത്. ജൂ പറഞ്ഞു കേട്ടതും മാർക്ക് ജൂവിനോട് ചോദിച്ചു, ജൂ എവിടെയാ ഡിവൈൻ വെപ്പൺ? ഉടനെ തന്നെ ജൂ ആ ഡിവൈൻ വെപ്പൺ പുറത്തെടുത്തു. അതൊരു കണ്ണാടിയാണ്, ഒരു സെയിന്റ് വെപ്പണാണ്. മുഖം നോക്കാൻ കഴിയുന്ന ഒരു സാധാരണ കണ്ണാടി. പക്ഷെ കണ്ണാടിക്ക് ഒരു വല്ലാത്ത പവറുണ്ട്. ആ പവർഫുൾ ആയിട്ടുള്ള കണ്ണാടിയുമായിട്ടാണ് ജൂ ഇപ്പോ ആ തണ്ടർ കോർട്ട്യാർഡിൽ നിന്ന് മാർക്കിനടുത്ത് എത്തിയിരിക്കുന്നത്. മാർക്ക്, വേണമെങ്കിൽ നീ ഇത് വെച്ചരേ. ഇത് ജൂ എന്നെ വെച്ചിരുന്നാൽ മതി. അങ്ങനെ മാർക്ക് പറഞ്ഞതും ജൂ അവളുടെ നിലവറയിലേക്ക് ആ കണ്ണാടി അങ്ങ് മാറ്റി വെച്ചു. തണ്ടർ കോർട്ട്യാർഡിലെ ഡീമൺ സ്ലേയിങ് പീക്കിൽ സാക്ഷാൽ ജൂലിയനും അനവധി ആളുകളും ഉണ്ട്. ജൂലിയന്റെ കയ്യിൽ എപ്പോഴും പോയിന്റ് കാണും. ആ പോയിന്റുകൾ നേരത്തെ ഒരു തവണ ജൂലിയൻ മാർക്കിന് കൊടുത്തതാണ്. അന്ന് ജൂവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് മാർക്കിന് ആ പോയിന്റ് കൊടുത്തത്. മാർക്കും അന്ന് സെയിന്റ് വെപ്പൺ വാങ്ങിച്ചത് ആ പോയിന്റ് ഉപയോഗിച്ചാണ്. മാർക്ക് തണ്ടർ കോർട്ട്യാർഡിൽ നടന്ന മത്സരത്തിൽ വിജയിച്ചപ്പോൾ മാർക്കിന് ഒത്തിരി പോയിന്റ് കിട്ടിയിരുന്നു. ആ പോയിന്റുകൾ സ്വീകരിച്ച മാർക്ക് ജൂലിയന്റെയും കൂടെയുള്ള ആളുകളുടെയൊക്കെ കടം വീട്ടിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് എന്തോ ഒരു സംശയം തോന്നിയ മാർക്ക് ജൂവിനെ ഒന്ന് സ്കാൻ ചെയ്തു. ജൂ ഏത് ലെവലിലേക്ക് കടന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ സ്കാൻ ചെയ്തത്. ജൂ ഇപ്പോഴും റിവേർഷൻ ഓയിഡ് സ്റ്റേജിന്റെ ആ എയർലി ലെവലിൽ തന്നെയാണ്. പക്ഷേ ജൂ ശരിക്കും ശക്തി നേടിയിരിക്കുകയാണ്. മാർക്ക് ജൂവിനോട് ചോദിച്ചു, ജൂ ആ പർപ്പിൾ ക്ലൗഡ് പേളിന്റെ ശക്തി മുഴുവൻ ജൂ നേടിയോ? മാർക്ക്, മുഴുവൻ നേടിയില്ല. ഒരു 1/3 എനിക്ക് കിട്ടിക്കാണും. എമിലി ബ്ലാക്ക് മാർക്കിന്റെ കയ്യിലേക്ക് മാർക്കിനെ രക്ഷിക്കാമെന്ന സമയത്ത് ആ പർപ്പിൾ ക്ലൗഡ് പേൾ എടുത്തു വെക്കുമ്പോൾ പറഞ്ഞ വാചകം മാർക്കിന്റെ മനസ്സിലുണ്ട്. മാർക്ക് അന്നും അബോധാവസ്ഥയിലാണ് അത് കേട്ടത്. സെയിന്റ് വെപ്പണുകൾ, അതായത് ട്രൂ സെയിന്റിൽ സ്റ്റേജിലുള്ള ആളുകൾ സൃഷ്ടിക്കുന്ന വെപ്പൺ, അല്ലെങ്കിൽ ട്രൂ സെയിന്റിന്റെ ശക്തിയുള്ള വെപ്പൺ, ആ വെപ്പണുകളെ ബഹുദൂരം പിന്തള്ളാൻ പർപ്പിൾ ക്ലൗഡ് പേളിന് കഴിയുമെന്ന് എമിലി പറഞ്ഞത് ഇപ്പോഴും മാർക്കിന്റെ മനസ്സിലുണ്ട്. ആ പർപ്പിൾ ക്ലൗഡ് പേളിന്റെ 1/3 കപ്പാസിറ്റിയാണ് ജൂ ഇപ്പോൾ നേടിയിരിക്കുന്നത്. ആ കപ്പാസിറ്റി ഉപയോഗിച്ചു ജൂവിന് ശരിക്കും ശക്തരായ ആളുകളെ തോൽപ്പിക്കാൻ പറ്റും. വേണമെങ്കിൽ റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ പീക്ക് ലെവലിലുള്ള ഷൈൻ വരെ ജൂവിന് തോൽപ്പിക്കാൻ പറ്റും. മാർക്ക് മനസ്സുകൊണ്ട് ഒരു കാൽക്കുലേഷൻ നടത്തി. ട്രൂ സെയിന്റ് സ്റ്റേജിൽ അല്ലാത്ത ആളുകൾ ജൂവിന് ഒരു വിഷയമല്ല. അത് മനസ്സിൽ പറഞ്ഞതും മാർക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജൂ കൂടെ ഉള്ളത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. മാർക്കിന് ഇപ്പോൾ എന്തായാലും ഒരു സപ്പോർട്ട് അനിവാര്യമാണ്. മാർക്കും ജൂവും അടുത്ത 3 ദിവസവും അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
മാർക്കിന്റെ ബോഡിയിലെ ആ ഇഞ്ചുറികൾ മാറണമെങ്കിൽ മാർക്കിന് ഒരു ആൽക്കമിസ്റ്റിന്റെ സഹായം വേണം. അവിടെ ആ സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിനെപ്പറ്റിയ ആളുകളൊന്നുമില്ല. അതിനെക്കുറിച്ച് മാർക്കും ജൂവും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഒരു അനക്കം മാർക്ക് കണ്ടു. അതിശക്തരായ ആളുകളുടെ സാന്നിധ്യമാണ് മാർക്കിന് ഫീൽ ചെയ്തത്. മാർക്കും ജൂവും മുഖത്തോട് മുഖം നോക്കി. മാർക്ക് ജൂവിനോട് പറഞ്ഞു, ചിലപ്പോ യാവോ കുടുംബത്തിൽ നിന്ന് ആളുകൾ എത്തിയതാവും. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും ആ ബിൽഡിങ്ങിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു. മാർക്ക് നോക്കുമ്പോൾ നല്ല നീളമുള്ള വസ്ത്രം ധരിച്ച 6 ആളുകൾ അവിടെ വാതിലിന്റെ പുറത്ത് നിൽക്കുകയാണ്. അതിൽ ഏറ്റവും സീനിയർ തോന്നിയ 2 ആളുകൾ അകത്തേക്ക് കടന്നു. മാർക്ക് കണ്ടിട്ടുള്ള ആളുകളല്ല. ആ മുറിയിലേക്ക് കടന്നു വന്ന നീള വസ്ത്രം ധരിച്ച ആ 2 മനുഷ്യരെയും മാർക്കും ജൂ അങ്ങനെ നോക്കുമ്പോൾ അവിടെ പുറകെ 4 ആളുകൾ കൂടി അകത്തേക്ക് കടന്നു. ആകെ 6 പേർ. മാർക്ക് കൗതുകത്തോടെ അവരൊന്ന് നോക്കിയപ്പോൾ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. അവരൊക്കെ യാവോ കുടുംബത്തിലെ ആളുകളാണ്. അവരുടെ വസ്ത്രത്തിൽ അതിമനോഹരമായി യാവോ എന്ന് എഴുതി ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. മാർക്ക് സന്തോഷത്തോടെ അവരോട് ചോദിച്ചു, നിങ്ങൾ യാവോ കുടുംബത്തിൽ നിന്നാണോ? അതേ മാർക്ക്, ഞങ്ങൾ യാവോ കുടുംബത്തിൽ നിന്നാണ്. ഞാൻ നിങ്ങൾ ആരെയും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മാർക്ക്, ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ആരെങ്കിലുമൊക്കെ മതി മാർക്കിനെ ഞങ്ങൾക്കൊപ്പം കൊണ്ടുപോകാൻ. അല്ല, നിങ്ങൾക്കൊപ്പം കൊണ്ടുപോകാൻ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? മാർക്ക്, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. കൊണ്ടുപോകാൻ പോവുകയാണെന്ന് നിങ്ങളുടെ കുടുംബത്തിലെ 2 സീനിയേഴ്സ് എന്നെ വന്ന് കണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ അംഗമാകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ഞാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. മാർക്ക്, അതൊക്കെ ഞങ്ങൾക്കും അറിയാം. അന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെ കരുതിയിരുന്നു. പക്ഷെ മാർക്ക്, ഇപ്പോൾ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകുന്നത് ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ അംഗമാക്കാനൊന്നുമല്ല. പിന്നെ മാർക്ക്, നീയും ഷീ കുടുംബവും തമ്മിലുള്ള ഫൈറ്റ് ഇപ്പൊ ആർക്കാ അറിയാത്തത്? ഷീ കുടുംബത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരാളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എടുക്കുമെന്ന് ധരിക്കാൻ നീ എന്താ ഒരു മണ്ടനാണ്? അയാളുടെ പ്രസ്താവനയിൽ എല്ലാം ഉണ്ട്. മാർക്കും ജൂവും ആ പ്രസ്താവന കേട്ട് മുഖത്തോട് പോകും നോക്കി പോവുകയാണ്. ശരിക്കും ഇപ്രാവശ്യം ഞെട്ടിയത് ഈ 6 പേർക്ക് പുറകിലായി അല്പം അകലെയായി നിൽക്കുന്ന സാക്ഷൽ സിറ്റി ലോഡാണ്. അയാള് ഒരു ദൂതനെ യാവോ കുടുംബത്തിലേക്ക് അയച്ചിരുന്നു. ആ ദൂതനാണ് യഥാർത്ഥത്തിൽ ആ 6 പേരെ അവിടെ കൊണ്ടുവന്നത്. ആ ദൂതൻ ആ സിറ്റി ലോഡിന് അടുത്ത് നിൽക്കുകയാണ്. അവരും അമ്പരപ്പോടെ സിറ്റി ലോഡിന്റെ മുഖത്തേക്ക് നോക്കി. 2 പേരും മുഖാമുഖം നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ മുന്നിൽ നിൽക്കുന്ന ആളോട് ചോദിച്ചു, നിങ്ങള് ഷീ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കാനായി ഇവിടെ എത്തിയതാണല്ലേ? അതേ മാർക്ക്, യാവോ കുടുംബവും ഷീ കുടുംബവും തമ്മിൽ നല്ലൊരു ധാരണയുണ്ട്. ആ ധാരണ പൊളിക്കാനായി നിന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എടുക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. അല്ല, അല്ലെങ്കിൽ തന്നെ നീ ആരാ? വളരെ കൂളായിട്ട് ആ മനുഷ്യൻ അങ്ങനെ ചോദിച്ചതും അതുവരെ നിശബ്ദയായി നിന്ന ജൂ പെട്ടെന്ന് മുന്നിലേക്ക് കയറിയത്. ഏയ്, നീ എന്താ പറഞ്ഞേ? മാർക്ക് ഫെല്ലർ ആരാന്ന്? നിനക്ക് മാർക്ക് ആരാണെന്ന് അറിയണമല്ലേ? ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപവും ഭാവവുമുള്ള ജൂ മുന്നിലേക്ക് കയറി അങ്ങനെ ചോദിച്ചപ്പോ ആ നീളമുള്ള ഗൗൺ ധരിച്ച മനുഷ്യൻ ശരിക്കും ഒന്ന് ചിരിച്ചു പോവുകയാണ്. അയാൾ ചിരിച്ചുകൊണ്ട്, പെൺകുട്ടി, ഇവന്റെ ആരാണ്? നീ ഇവന് വേണ്ടി തർക്കിക്കാൻ നിൽക്കുകയാണോ? അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞ ആ നിമിഷത്തിൽ ജൂ ഒന്ന് ചാടി ഉയർന്ന് ഒരൊറ്റയാടി. ജൂ അവിടുന്ന് ചാടി ഉയരുമെന്നോ അടിക്കുമെന്നോ പ്രതീക്ഷിക്കാതെ നിന്ന ആ മനുഷ്യന് പക്ഷേ നഷ്ടപ്പെട്ടത് അയാളുടെ സ്വന്തം ജീവനാണ്. ഒറ്റയടിക്ക് ജൂ അയാളുടെ തല കഴുത്തിന്ന് ഇളക്കി. ആ തല മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ബോഡിയിൽ നിന്ന് ഇളകുന്നത്. ആ തല ചിതറി ആ വീടിന്റെ ചുവരിലിടിച്ച് ചിതറുന്ന കാഴ്ച അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ മനുഷ്യൻ മാത്രമാണ് കൃത്യമായി കണ്ടത്. ബാക്കിയുള്ള ആളുകൾക്ക് ഒരു മിന്നൽ പോലെ ഏതോ സംഭവിക്കും പോലെയാണ് തോന്നിയത്. പുറത്ത് നിൽക്കുന്ന സിറ്റി ലോഡിനും അതുപോലെ ആ ദൂതനും അകത്ത് എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് ആ ബിൽഡിങ്ങിനകത്ത് ഒരു വല്ലാത്ത നിശബ്ദത ഉണ്ടായത് മാത്രമാണ് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായത്. അടുത്ത നിമിഷത്തിൽ അവർക്ക് ഒരു കാര്യം കാണാൻ പറ്റി. ആ വാതിലിന് നേരെ മുന്നിൽ നിൽക്കുന്ന നീളമുള്ള ഗൗൺ ധരിച്ച 2ാമത്തെ മനുഷ്യൻ പുറകോട്ട് അതിവേഗം തെറിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. അവൻ പുറകോട്ട് തെറിച്ചപ്പോൾ അവന്റെ പുറകെ നിൽക്കുന്ന ആളും കൂടെ പുറകോട്ട് തെറിച്ചു. ഒറ്റയിടിക്ക് ജൂ അവർ 2 പേരെയും പുറകോട്ട് തെറിപ്പിക്കുകയായിരുന്നു. തെറിച്ച് ആ 2 പേരും വന്നു വീണത് സിറ്റി ലോഡിന്റെ തൊട്ടു മുന്നിലാണ്. സിറ്റി ലോഡിന്റെ മുന്നിലേക്ക് വീണ ആ ചെറുപ്പക്കാരന്റെ മുകളിലാണ് ആ നീള ഗൗൺ ധരിച്ച വ്യക്തി. ആ ഗൗൺ ധരിച്ച വ്യക്തി 2 കൈകൊണ്ടും അയാൾ വയറ് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. അയാളുടെ പൊത്തിപ്പിടിച്ചിരിക്കുന്ന വയറ്റിലെ ആ കൈയിൽ നിന്ന് രക്തം കുടുകുട ഒഴുകുന്നുണ്ട്. അയാളുടെ വയറ് ഒറ്റയിടിക്ക് ജൂ പൊത്തിരിക്കുകയാണ്.
അയാളുടെ മുഖത്ത് ശരിക്കും ഒരു വല്ലാത്ത ഭയം അനുഭവപ്പെടുന്നുണ്ട്. അതിനേക്കാളേറെ ഭയം അയാളുടെ താഴെ കിടക്കുന്ന ആ ചെറുപ്പക്കാരനുണ്ട്. അവൻ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കും മുമ്പ് തെറിച്ചു പോയിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ മറ്റു ചില കാഴ്ചകൾ കൂടി അവിടെ സംഭവിച്ചു. ബാക്കിയുണ്ടായിരുന്ന 3 ആളുകളും ജൂവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. താഴെ വീണ് കിടക്കുന്ന 2 പേരും ഞെട്ടിപ്പിടിച്ച് എണീക്കുമ്പോഴേക്കും ജൂ അവരുടെ മുന്നിലെത്തിയിരുന്നു. അവർക്ക് തിരിച്ചാക്രമിക്കാനുള്ള സമയം കൊടുക്കാതെ തന്നെ ജൂ അവരെ അവസാനിപ്പിച്ചു. 6 ആളുകൾ ഏതാനും സെക്കൻഡുകളുണ്ടോ മിനിറ്റുകളുണ്ടോ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എന്താണ് അവരെ ആക്രമിച്ച ആ സ്ത്രീയുടെ കപ്പാസിറ്റി എന്ന് മനസ്സിലാക്കാൻ പോലും ആർക്കും പറ്റും മുമ്പ് ആ 6 പേരും കൊല്ലപ്പെട്ടു. ശ്വാസം നിലച്ചതുപോലെ ഇപ്പൊ നിൽക്കുന്നത് സാക്ഷാൽ സിറ്റി ലോഡാണ്. സിറ്റി ലോഡ് 2 കൈകൊണ്ടും മാർക്ക് ഫെല്ലറെ തൊടുന്ന രംഗമാണ് തുടർന്നുണ്ടായത്. മാർക്ക് ഫെല്ലർ സിറ്റി ലോഡിനെ ഒന്ന് നോക്കിയതും അയാൾ ഓടി മാർക്കിന്റെ അടുത്തെത്തി. മാർക്ക്, സത്യമായിട്ടും എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് സിറ്റി ലോഡിന്റെ ആജ്ഞപ്രകാരം ദൂതര് പോയ ആ ചെറുപ്പക്കാരനും മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക്, ഞാനവിടെ യാവോ ഫാമിലിയിൽ എത്തിയതും അവിടെ ഒരു സീനിയറെ കണ്ടു. ആ സീനിയറോടാണ് ഞാൻ കാര്യം പറഞ്ഞത്. ആ എൽഡർ എന്നെ അവിടെ നിർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 6 പേരെയും എനിക്കൊപ്പം അയക്കുകയായിരുന്നു. ആ ഫാമിലിക്കുള്ളിൽ എന്താണ് സംസാരിച്ചതെന്ന് അവൻ കേട്ടിട്ടില്ല. അവൻ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന ശൈലി തന്നെയാണ്. അവന്റെ ബോഡി ലാംഗ്വേജിൽ ഒരു കള്ളവും മാർക്ക് ഫീൽ ചെയ്തതുമില്ല. മാർക്ക് ആ സിറ്റി ലോഡിനെ നോക്കിയതും സിറ്റി ലോഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. മാർക്ക് ഇപ്പോ എതിരാക്കിയിരിക്കുന്നത് 2 ശക്തരായ കുടുംബങ്ങളെയാണ്. ഒരു കുടുംബം ഷീ ആണെങ്കിൽ മറ്റത് യാവോയാണ്. രണ്ടും ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള കുടുംബങ്ങളാണ്. അവർ ഒന്നിച്ചു ചേർന്ന് മാർക്ക് ഫെല്ലറെ വേട്ടയാടാൻ തുടങ്ങാൻ അധിക സമയമൊന്നും ഇനി വേണ്ടിവരില്ല. ഈ 6 ആളുകളെയും ആ സിറ്റിയിലേക്ക് മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കാനായി അല്ലെങ്കിൽ മാർക്ക് ഫെല്ലറെ കൂട്ടിക്കൊണ്ടുപോകാനായി അയച്ച യാവോ കുടുംബക്കാർ അവർ തിരിച്ചല്ലാതിരിക്കുമ്പോൾ കാര്യം എന്തായാലും അറിയും. സിറ്റി ലോഡിന് ആ കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലുള്ള സിറ്റി ലോഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എത്രയും പെട്ടെന്ന് മാർക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യണം. അങ്ങനെ സിറ്റി ലോഡ് പറഞ്ഞതും ജൂ സിറ്റി ലോഡിനോട് ചോദിച്ചു, അതെന്തിനാ ഞങ്ങൾ ഇവിടെ വിട്ടു പോകുന്നത്? ആരെങ്കിലും വന്നാൽ ഞാൻ അവരെ കൊല്ലും. ജൂ അത് പറയുമ്പോൾ എന്തു പറയണമെന്നറിയാത്ത ഒരു മൈൻഡ് സെറ്റിലാണ് സിറ്റി ലോഡ്. ജൂ പറയുന്ന കാര്യം ജൂ ചെയ്യുമെന്നറിയാം. പക്ഷേ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ സെമി സെയിന്റുകളും ട്രൂ സെയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ലേഡിക്ക് ആ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം സിറ്റി ലോഡിന് അറിയാം. സിറ്റി ലോഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇപ്പോ നിനക്ക് ഒളിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമേ ഞാൻ കാണുന്നുള്ളൂ. അത് സ്കൈ സിറ്റിയാണ്. സ്കൈ സിറ്റിക്കകത്ത് ഫൈറ്റ് അനുവദനീയമല്ല. അത് ഈ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഒത്തുതീർപ്പാണ്. സിറ്റി ലോഡ് ആ കാര്യം മാർക്കിനോട് പറഞ്ഞിട്ട് മാർക്കിനോടായി ഒന്നുകൂടെ പറഞ്ഞു, മാർക്ക്, ഈ നടന്ന സംഭവം ഞാൻ എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ സ്കൈ സിറ്റിയിൽ എത്തിയതിനു ശേഷം മാത്രമേ ഞാൻ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് ആ സിറ്റി ലോഡിന്റെ ഭാഗത്തുള്ള ശരിക്കും നിർണായകമായ ഒരു ഇടപെടലാണ്. മാർക്കിനും ജൂവിനും ആ സ്ഥലത്തുനിന്ന് സ്കൈ സിറ്റി വരെ പോകാൻ എന്തായാലും കുറച്ച് സമയം വേണം. ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് അവർ അങ്ങോട്ട് പോകുന്നതെങ്കിലും ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം വരെ എത്താനും അതുപോലെ തന്നെ യാത്ര ചെയ്യാനും ഒക്കെ സമയം വേണം. അതെല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് സിറ്റി ലോഡ് മാർക്കിനോട് അങ്ങനെ പറഞ്ഞത്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ മാർക്കും ജൂവും ഉടൻ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു. മാർക്കിന് ഇപ്പോഴും ആരോഗ്യം വീണ്ടും കിട്ടിയിട്ടില്ല. ശരിക്കും ക്ഷീണിതനാണ് മാർക്ക്. അതുകൊണ്ട് തന്നെ ജൂ മാർക്കിനെ എടുത്തുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ അതാണ് ശരി. എന്തായാലും അധികം സമയം കഴിയുമ്പോൾ അവര് ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലെത്തി. അവിടെ നിന്ന് 2 പേരും കൂടി സ്കൈ സിറ്റിയിലേക്ക് തിരിച്ചു. സ്കൈ സിറ്റിയിൽ അവരെത്തുമ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു. മാർക്കും ജൂവും സ്കൈ സിറ്റിക്ക് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ആളുകൾ ചിലരൊക്കെ മാർക്കിനെയും ജൂവിനെയും കണ്ടു. അവർ 2 കൂടി സ്കൈ സിറ്റിക്ക് അകത്തേക്ക് നടന്നു വരുന്ന കണ്ട ചിലർ മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക്, നീ എന്താ സ്കൈ സിറ്റിയിലേക്ക് മടങ്ങി വന്നത്? മാർക്കും ഷീഫങ്ങും തമ്മിൽ ആ സ്കൈ സിറ്റിക്ക് പുറത്തുണ്ടായ ആ യുദ്ധം നേരിൽക്കേണ്ട ആളുകളാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത്. മാർക്ക് അവരോട് പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം ഇവിടെ അങ്ങ് താമസിക്കാൻ കരുതി. മാർക്ക്, അതെന്തായാലും നന്നായി. ഇവിടെ ആ ഷീ കുടുംബത്തിലെ ആളുകൾ നിന്നെ വേട്ടയാടില്ല. ശരിക്കും ആ സ്കൈ സിറ്റിക്ക് അകത്ത് താമസിക്കുന്ന ആളുകൾ പലരും ഇതുപോലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെ ഭയന്നിട്ട് അവിടെ വന്ന് താമസിക്കുന്ന ആളുകളാണ്. ഈ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളല്ലാതെയും ഒരുപാട് പ്രഭു കുടുംബങ്ങൾ ഈ സെൻട്രൽ പ്ലെയിനകത്തുണ്ട്. അവരുമായിട്ടൊക്കെ ഉടക്കുന്ന ഇൻഡിപെൻഡന്റ് മാർഷൽ ആർട്ടിസ്റ്റുകൾ രക്ഷയില്ലാതെ ഓടിയെത്തുന്നത് സ്കൈ സിറ്റിയിലാണ്. സ്കൈ സിറ്റിക്കകത്ത് പ്രഭു കുടുംബങ്ങളുടെ ആക്രമണങ്ങൾ ഒന്നുമേ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ ആളുകൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ഇവിടെ നീ സുരക്ഷിതനായിരിക്കും.
മാർക്കിനും ജൂവിനും അത് കേട്ടപ്പോൾ ഒരു ആശ്വാസമായി. സ്കൈ സിറ്റിയിൽ തൽക്കാലം അവർ സേഫാണ്. മാർക്കിനുള്ള ചിന്തയൊന്നുമല്ല ജൂവിനുള്ളത്. ജൂ ഒന്നും കെയർ ചെയ്യുന്ന ആളല്ല. ജൂവിന് അനീതി അത് മാത്രമാണ് സഹിക്കാൻ പറ്റാത്തത്. ആരെങ്കിലും അനീതി കാണിച്ചു എന്ന് തോന്നിയാൽ അവര് ആ നിമിഷം ഇടപെടും. എതിരാളിയെ എത്ര ശക്തനാണെങ്കിലും ജൂ ആ ആളെ ആക്രമിച്ചിരിക്കും. അത് ജൂവിന്റെ ഒരു ക്യാരക്ടറാണ്. മാർക്ക് ഫെല്ലർ ഒരു വീട് സംഘടിപ്പിച്ചു. മാർക്കും ജൂവും അവിടെ താമസമാക്കിയ മാർക്ക് ഒരു പേപ്പറിൽ കുറച്ച് മരുന്നുകളൊക്കെ എഴുതി. ആ മരുന്നുകളുടെ ലിസ്റ്റ് എഴുതിയ മാർക്ക് ആ മരുന്ന് ലിസ്റ്റ് ജൂവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ജൂ, ഇവിടെ കടകളിൽ ഈ പറയുന്ന മരുന്നുകൾ ഉണ്ടാവും, ഇതൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ജൂ ആ കുറിപ്പടിയുമായി പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് ജൂ പുറത്തേക്ക് ഇറങ്ങി ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും. ആ സമയത്ത് മാർക്ക് ഫെല്ലറുടെ വസതിയിലേക്ക് 4 ആളുകൾ കയറി വന്നു. യാവോ കുടുംബത്തിന്റെ ആ നീളമുള്ള വസ്ത്രം ധരിച്ച 4 പേരും ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് മാർക്ക് യഥാർത്ഥത്തിൽ അവരെ കാണുന്നത്. മാർക്ക് കിടക്കയിൽ കിടക്കുമ്പോഴാണ് അവർ കയറി വന്നത്. മാർക്കിന്റെ കിടക്കയ്ക്ക് അടുത്തേക്ക് വന്ന ആ 4 പേരും മാർക്കിനെ കണ്ട് ഒന്ന് ചിരിച്ചു. ശരിക്കും അവരെ അടുത്തെത്തി ഒന്ന് ശബ്ദമുണ്ടാക്കി ചിരിച്ചപ്പോഴാണ് മാർക്ക് കണ്ണുകൾ തുറക്കുന്നത് തന്നെ. കണ്ണ് തുറക്കുമ്പോൾ മാർക്ക് കാണുന്നത് ആ യാവോ കുടുംബത്തിന്റെ നീളമുള്ള വസ്ത്രം ധരിച്ച് മാർക്കിനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന 4 ആളുകളെയാണ്. മാർക്ക് കട്ടിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചതും അവരിലൊരാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നീ ഞങ്ങളുടെ കുടുംബത്തിലെ 6 ആളുകളെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. നിന്നെ അവസാനിപ്പിക്കാനുള്ള ഓർഡർ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ആ മനുഷ്യൻ അത് പറഞ്ഞപ്പോൾ മാർക്ക് ആ മനുഷ്യന്റെ ശക്തി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. മാർക്ക് റിവേഴ്ഷൻ ഔട്ട് സ്റ്റേജിലെ മിഡിൽ ലെവലിൽ നിൽക്കുന്ന ആളാണ്. ആ ലെവലിനേക്കാൾ മുകളിലാണ് താൻ സ്കാൻ ചെയ്യാൻ ശ്രമിച്ച ആളെന്ന് ആ നിമിഷം തന്നെ മാർക്കിന് മനസ്സിലായി. അങ്ങനെ തോന്നിയതും മാർക്ക് ബാക്കിയുള്ള 3 പേരെയും നോക്കി. അവരും അതേ അവസ്ഥയിലുള്ളവരാണ്. മാർക്കിനിപ്പോൾ ഒരു കാര്യം അറിയാം, ആ 4 പേരും റിവേഴ്ഷൻ ഔട്ട് സ്റ്റേജിലുള്ള ആളുകളെ അല്ല, അതിന് മുകളിലുള്ളവരാണ്. സെമി സെയിന്റുകളാണ്. 4 സെമി സെയിന്റുകളാണ് മാർക്കിനെ വേട്ടയാടാൻ വേണ്ടി മാർക്ക് താമസിക്കുന്ന ആ വീട്ടിലെത്തിയിരിക്കുന്നത്. മാർക്ക് അവരെ 4 പേരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവരൊരാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഞങ്ങളെ അളക്കാനൊന്നും നിൽക്കണ്ട, ഞങ്ങൾ 4 പേരും സെമി സെയിന്റുകൾ തന്നെയാണ്. മാർക്ക്, നിനക്കിനെ രക്ഷയില്ല, നിന്റെ അന്ത്യം ഞങ്ങളുടെ കൈകൊണ്ടാകണമെന്ന് നേരത്തെ വിധിക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ആ 4 പേരിൽ ഒരാൾ പറഞ്ഞതും പുറത്തുനിന്ന് ഒരു ശബ്ദം അവർ കേട്ടു. ഏയ്, ഇത് സ്കൈ സിറ്റിയാണ്. വളരെ ശാന്തമായ ഒരു ശബ്ദമാണ് അവർ കേട്ടത്. ശബ്ദം കേട്ടതും ആ 4 സംഘം 2 ഭാഗത്തേക്ക് അറിയാതെ വഴിമാറുകയാണ്. മാർക്കിന്റെ വീട്ടിലേക്ക് പുറത്തുനിന്ന് 2 ആളുകളുടെ സഹായത്തോടുകൂടി ആ രാജകുമാരൻ നടന്ന് കയറി വരുന്ന രംഗമാണ് ആ 4 പേർ കണ്ടത്. ആ കാഴ്ച കണ്ട മാർക്ക് ഒരു പരുവത്തിൽ കട്ടിലിൽ നിന്ന് എണീറ്റു. മാർക്ക് കട്ടിലിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചതും ആ രാജകുമാരൻ നടന്ന് മാർക്കിന്റെ അടുത്തെത്തി. അത് കണ്ടതും ആ 4 സെമി സെയിന്റുകളും തലകുനിച്ച് അദ്ദേഹത്തെ വണങ്ങി. രാജകുമാരൻ ആ 4 പേരോടായി ചോദിച്ചു, ഏയ്, ഈ സ്കൈ സിറ്റിക്കകത്ത് ഒരു തരത്തിലുള്ള ഫൈറ്റും അനുവദനീയമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? പ്രിൻസ്, അങ്ങ് ഈ കാര്യത്തിൽ ഇടപെടരുത്. മാർക്ക് ഫെല്ലർ ശരിക്കും ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. മാർക്ക് ഷീ കുടുംബത്തിന്റെ ഓറ് മോഷ്ടിച്ച് ഒരു മോഷ്ടാവെന്ന പേരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആ കാര്യം ചോദിക്കാൻ ചെന്ന യാവോ കുടുംബത്തിലെ ആളുകളെ കൂട്ടക്കൊല ചെയ്തതും മാർക്കാണ്. യാവോ കുടുംബത്തെയും മാർക്ക് പിണക്കിയെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആ സമയത്ത് ആ സംഭാഷണത്തിൽ നിന്ന് ആ രാജകുമാരന് മനസ്സിലായത്. രാജകുമാരൻ താൻ മനസ്സിലാക്കിയ കാര്യം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി മാർക്കിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മാർക്ക് രാജകുമാരനോട് അതേ അർത്ഥത്തിൽ തലയാട്ടി. മാർക്ക് തലയാട്ടുന്ന കണ്ടതും രാജകുമാരൻ നിശബ്ദനായി അല്പനേരം ആ സെയിന്റുകളെ അങ്ങനെ നോക്കി നിന്നിട്ട് അവരോട് പറഞ്ഞു, നോക്ക്, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിക്കൂടെ? എന്ത് കാര്യവും ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റുമല്ലോ. പ്രിൻസ്, ഞങ്ങൾ അങ്ങയോട് ഒരിക്കൽ കൂടി പറയുകയാണ്, അങ്ങ് ഈ പ്രശ്നത്തിൽ ഇടപെടരുത്. ഹേയ്, അതെങ്ങനെ ശരിയാകും? ഇത് സ്കൈ സിറ്റിയാണ്. ഈ സ്കൈ സിറ്റിയിൽ ഇടപെടാൻ എനിക്ക് അധികാരമുണ്ട്. പ്രിൻസ്, അങ്ങയുടെ അധികാരം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനെക്കുറിച്ച് അങ്ങ് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരുടെ വാചകത്തിനകത്ത് ഒരു ഭീഷണി ഉണ്ട്. ആ 9 അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളും ഔദാര്യം പോലെ ആ രാജകുമാരന്റെ ആ രാജസ്ഥാനം നിലനിർത്തിയിരിക്കുകയാണെന്നാണ് ആ പറയുന്നതിന്റെ ഒരു സൂചന. മാർക്ക് ഏകദേശം ആ കാര്യം നേരത്തെ മനസ്സിലാക്കിയതാണ്. പ്രിൻസിനൊപ്പം വന്ന 2 പരിചാരകർ പുറകിൽ നിൽപ്പുണ്ട്. പക്ഷെ അവര് ഈ വിഷയത്തിൽ ഇടപെടുന്നേയില്ല. ഇതൊന്നും ഞങ്ങളുടെ
സബ്ജക്റ്റേ അല്ല എന്നുള്ളൊരു ഭാവമാണ് ആ രണ്ട് കാവൽക്കാർക്കുമുള്ളത്. പ്രിൻസ് ആ 4 സംഘത്തോടായി പറഞ്ഞു, നോക്ക്, ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇവിടെ വെച്ച് ഒരു കാരണവശാലും നിങ്ങൾക്ക് മാർക്കിനെ പുറത്തുവിടാനാവില്ല, മാർക്കിനെ നിങ്ങൾക്ക് തൊടാനുമാവില്ല. അങ്ങനെ പ്രിൻസ് പറഞ്ഞതും ആ സെമി സെന്റുകളിൽ ഒരാൾ പ്രിൻസിനോട് പറഞ്ഞു, പ്രിൻസ്, അങ്ങയുടെ ആ അഭിപ്രായത്തോട് ഞങ്ങളും യോജിക്കുന്നു. ഞങ്ങൾ ഈ സ്കൈ സിറ്റിക്ക് അകത്ത് വെച്ച് മാർക്കിനെ ഒന്നും ചെയ്യില്ല. അത് കേട്ടപ്പോൾ മാർക്കിനും ഒരു ഉത്സാഹമായി. സ്കൈ സിറ്റിയിൽ നിന്ന് മാർക്ക് പുറത്തു പോകാതിരുന്നാൽ മാർക്കിനെ തൊടാൻ പറ്റില്ല. മാർക്ക് പൂർണ്ണ രീതിയിൽ ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്ത് വേണമെന്ന് അപ്പൊ തീരുമാനിക്കും. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ ആ സെമി സെന്റിൽ ഒരാൾ പ്രിൻസിനോട് പറഞ്ഞു, പ്രിൻസ്, ഞങ്ങൾക്ക് ഈ ആകാശത്ത് മറ്റൊരു ലോകം ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയാമല്ലോ. ശരിക്കും പ്രിൻസിന്റെ കണ്ണു തുറപ്പിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്കൈ സിറ്റിയുടെ ഭാഗമാണ് ആ ആകാശമെങ്കിലും ആ ആകാശം അങ്ങനെ സ്കൈ സിറ്റിയുടേതാണെന്ന് മാത്രമായി പറയാൻ കഴിയത്തില്ല. ആ ആകാശം മറച്ചുകൊണ്ട് അവിടെ അവരുടേതായ ഒരു വേൾഡ് സൃഷ്ടിച്ചാൽ ആ വേൾഡ് പൂർണ്ണമായും സ്കൈ സിറ്റിയിലെ രാജകുമാരന്റെ അധികാര പരിധിക്ക് പുറത്താകും. അങ്ങനെ ആ സെമി സെന്റ് പറയുമ്പോഴേക്കും ജൂ മരുന്നുമായി അവിടേക്ക് എത്തി. മരുന്നുമായി അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ജൂ അവിടുത്തെ ആൾക്കൂട്ടത്തെ കണ്ടു. ആ ആൾക്കൂട്ടത്തിനിടയിൽ കൂടി നടന്ന് മാർക്കിനടുത്തെത്തിയ ജൂ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ആരായി തമാടികൾ? ജൂവിന്റെ ആ പ്രകോപനപരമായ ഡയലോഗ് കേട്ടതും മാർക്ക് ഫെല്ലർ ജൂവിനോട് പറഞ്ഞു, ജൂ, ഇവര് തെമ്മാടികളൊന്നുമല്ല, ഇത് നമ്മുടെ പ്രിൻസാണ്. ശരിക്കും അപ്പോഴാണ് ജൂ പ്രിൻസിനെ കണ്ടത്. ആ പ്രിൻസിനെ കണ്ടതും തികച്ചും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ജൂ ആ പ്രിൻസിനെ അങ്ങ് വണങ്ങി. ജൂവിന് ആ പ്രിൻസിനെ അറിയാമെന്ന ശൈലിയിലാണ് ജൂ വണങ്ങിയത്. പ്രിൻസിനെ വണങ്ങിക്കൊണ്ട് ജൂ പ്രിൻസിനോട് ചോദിച്ചു, അങ്ങ് ആ ഗ്രേറ്റ് റോയൽ ഫാമിലിയുടെ അവസാന കണ്ണിയാണല്ലേ? അതെ, ഞാനാണ് അവസാന കണ്ണി. പ്രിൻസ് അത് പറഞ്ഞതും ആ 4 സംഘം പ്രിൻസിനോടായി പറഞ്ഞു, അതെ, അവസാനത്തെ കണ്ണി, ഒരു ഉപയോഗമില്ലാത്ത കണ്ണി. ആ 4 സംഘത്തിന്റെ ആ ഡയലോഗ് ജൂവിനെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി. പ്രിൻസുമായി ആ 4 സംഘത്തിന് ഒരു ബന്ധവുമില്ല. ജൂ പെട്ടെന്ന് അവർക്ക് നേരെ തിരിഞ്ഞു. ഏയ്, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഏയ് പെൺകുട്ടി, നീ ആരാ എന്താ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ മാർക്കിനെ കൊണ്ടുപോകാൻ വന്നതാണ്. മാർക്കിനെ കൊണ്ടുപോകാനാണ്? അത് നീയോ? അങ്ങനെ ജൂ ചോദിച്ചതും ആ സെമി സെന്റ് അയാളുടെ ഓറ ഒന്ന് റിലീസ് ചെയ്തു. ശരിക്കും അയാൾ അതിശക്തനാണെന്ന് അയാളോട് ഉടക്കാൻ വരുന്ന ജൂവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അയാൾ ഓറ റിലീസ് ചെയ്തത്. അത് കണ്ടതും പ്രിൻസ് അയാളോട് പറഞ്ഞു, നോക്ക്, ഇത് സ്കൈ സിറ്റിയാണ്. അങ്ങനെ പ്രിൻസ് വീണ്ടും പറഞ്ഞതും ആ സെമി സെന്റ് അയാളുടെ കൈയൊന്ന് അനക്കി. ഉടൻ അവിടെ മാർക്ക് താമസിക്കുന്ന വീടിന് മുന്നിലായി ശക്തമായ ഒരു കവർ അങ്ങുണ്ടായി. ശരിക്കും ഊർജ്ജം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അദൃശ്യമായ ഒരു കവർ. ആ കവറിനുള്ളിലേക്ക് നടന്നു കയറിയ ആ സെമി സെന്റ് ജൂവിനോടായി പറഞ്ഞു, നീയാണോ മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് ഫൈറ്റ് ചെയ്യാം. അത് കേട്ടതും ജൂ അയാളോട് പറഞ്ഞു, എനിക്കും അതാ പറയാനുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജൂ ആ ഓയിഡിന് നേരെ നടക്കാൻ ശ്രമിച്ചതും മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, അവരൊരു സെമി സെന്റ് ആണ്. മാർക്ക്, പേടിക്കണ്ട, ഞാൻ ഏറ്റു. അങ്ങനെ പറഞ്ഞ ജൂവും ആ ഓയിഡിനകത്തേക്ക് കയറി. ശരിക്കും അകത്ത് എന്താണ് നടക്കുന്നതെന്ന് പുറത്ത് കാണാൻ പറ്റാത്ത ശൈലിയിലുള്ള ഒരു അദൃശ്യ കവറാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ പുറത്തു നിൽക്കുന്ന ബാക്കിയുള്ള 3 മാർഷൽ സെയിന്റുകൾക്കും പ്രിൻസിനും പ്രിൻസിന്റെ 2 സഹായികൾക്കും മാർക്കിനും ഇപ്പൊ ഒരു കാര്യം അറിയാം, ആ മിസ്റ്റിക് വേൾഡ് ചലിക്കുന്ന കാര്യം. ശരിക്കും ആ മിസ്റ്റിക് വേൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്. ശരിക്കും ഒരു മായിക പ്രപഞ്ചമാണ് അവിടെ ആ സ്കൈ സിറ്റിയിൽ മാർക്ക് താമസിക്കുന്ന വീടിന് മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ മായിക വേൾഡ് പല ശൈലിയിൽ അനങ്ങുന്നത് കൃത്യമായി കാണാം. അകത്തുള്ള ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല. മറ്റ് മാർഷൽ സെയിന്റുകളുടെ മുഖത്ത് ഒരു തരത്തിലുള്ള ആകാംക്ഷയില്ല. അവര് ആ ബലൂൺ പോലെ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കുന്ന പോലുമില്ല. മാർക്ക് ഫെല്ലറുടെ മുഖത്ത് ശരിക്കും വല്ലാത്തൊരു ആകാംക്ഷയുണ്ട്, വല്ലാത്തൊരു ടെൻഷനുണ്ട്. ഒരു റിവേഷൻ ഓട്ട്സ്റ്റേജുകാരിയാണ് ജൂ. അകത്ത് ജൂവിനെതിരെ പോരാടുന്ന ആള് സെമി സെയിന്റ് ആണ്. ജൂ വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അകത്തേക്ക് കടന്നെങ്കിലും മാർക്കിന് ആ ആത്മവിശ്വാസം ഇല്ല. പക്ഷെ പുറത്തു നിൽക്കുന്ന ആ ബാക്കി സെമി സെയിന്റുകൾ ആ മിസ്റ്റിക് വേൾഡ് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അകത്തുള്ള സെമി സെയിന്റ് വളരെ അനായാസമായിട്ട് ജൂനെ തീർക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പ്രിൻസും വളരെ അസ്വസ്ഥനാണ്. പ്രിൻസ് എങ്ങനെ മാർക്കിനെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നാണ് ആലോചിക്കുന്നത്. അയാള് ആ സെമി സെന്റുകളോട് പറഞ്ഞു, നോക്ക്, നെഗോഷിയേഷൻ എപ്പോഴും നല്ലൊരു കാര്യമാണ്. എന്നെ ഓർത്തെങ്കിലും നിങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറാകണം. പ്രിൻസ്, ഞങ്ങൾ അങ്ങയോട് വ്യക്തമാക്കിയതാണ്, ഇവിടെ ഒരു ചർച്ചയുമില്ല. മാർക്കിനെ അവസാനിപ്പിക്കാനുള്ള ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പ്രിൻസ് പല ശൈലിയിലും ആ സെമി സെന്റുകളോട് സ്കൈ സിറ്റിക്കുള്ളിൽ വെച്ച് ഒരു ആക്രമണം പാടില്ലെന്നും
നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ലെന്നൊക്കെ പറയുകയാണ്. പ്രിൻസ് അത് പറയുമ്പോൾ മാർക്കിന് ഒരു കാര്യം കൂടി ബോധ്യമാവുകയാണ്. ഈ രാജകുമാരൻ എന്ന് പറയുന്ന ആള് തികച്ചും നിസ്സഹായനാണ്. ഒരു അധികാരവുമില്ലാത്ത ഒരു വെറും പദവിയിലാണ് ആ രാജകുമാരൻ ഇപ്പോൾ ഉള്ളത്. അവര് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സെമിസെന്റികളിൽ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, ആ രണ്ട് സെമിസെന്റികളും മാർക്കിനടുത്തേക്ക് ചലിക്കുകയും ചെയ്തു. മാർക്കിനെ പിടിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോകുമെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പുറത്തുനിന്ന് ഒരു ശബ്ദം, ശബ്ദം കേട്ട് ആ സെമിസെന്റികൾ തിരിഞ്ഞു നോക്കുമ്പോൾ യാവോ കുടുംബത്തിന്റെ ആ നീളമുള്ള വസ്തു ധരിച്ച ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അവൾക്കൊപ്പം ഒരു ചെറുപ്പക്കാരനുമുണ്ട്. ആ സ്ത്രീയെ കണ്ടപ്പോൾ മാർക്കും ശരിക്കും ഞെട്ടി. കടന്നു വരുന്നത് സാക്ഷാൽ യാവോ മെങ് ആണ്. മാർക്ക് പൈറോയിൽ നിന്ന് ഹോളി റീജിയനിലേക്ക് കടത്തിവിട്ട അതേ യാവോ മെങ്. പൈറോയിലെ ആ ജിങ്ദു മേഖലയിൽ ന്യൂ സെലസ്റ്റൽ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ ഭാഗമായിരുന്ന യാവോ മെങ്, അതീവ പ്രഗത്ഭയ യാവോ മെങ്, ശരിക്കും ജിനിയാവോ ബ്ലാക്കുമായിട്ട് ഉരസൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന അതിശക്ത ആ യാവോ മെങ് ആണ് ഇതാ യാവോ കുടുംബത്തിന്റെ അതേ ഗൗണം അടിഞ്ഞ് മാർക്കിന്റെ നേരെ നടന്നു വരുന്നത്. യാവോ മെങ്ങിനെ നോക്കി തൊടുത്തു നിൽക്കുന്ന സെമിസെന്റികളുമായി യാവോ മെങ് പറഞ്ഞു, നോക്കി, ഈ മാർക്ക് ഫെല്ലർ എന്റെ സുഹൃത്താണ്, അയാളുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും ഞാൻ ഡീൽ ചെയ്തോളാം. മാഡം, അത് അങ്ങനെ അല്ല, മാർക്കിന് തീർക്കാനുള്ള ഉത്തരവ് ഞങ്ങൾക്കുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഈ മാർക്ക് ഫെല്ലർ എന്റെ സുഹൃത്താണ്, മാർക്കുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും ഞാൻ തീരുമാനിക്കും. എന്നിട്ടും ആ സെമിസെന്റികൾക്ക് യാവോ മെങ് പറയുന്ന കാര്യം ചെയ്യാൻ ഒരു മടി. പെട്ടെന്ന് യാവോ മെങ് അവരോട് ചോദിച്ചു, എന്താ, ഈ തീരുമാനം എടുക്കാനുള്ള അധികാരവും എനിക്കില്ലേ? അവളുടെ ചോദ്യം കേട്ടപ്പോൾ ആ സെമിസെന്റികൾ യാവോ മെങ്ങിനോട് പറഞ്ഞു, സോറി മാഡം, സോറി, ഞങ്ങൾ വിട്ടു. അങ്ങനെ അവർ പറയുമ്പോഴേക്കും ആ മിസ്റ്റിക് വേൾഡ് തകർന്ന് ഒരാള് പുറത്തേക്ക് വീണു. രക്തത്തിൽ കുളിച്ചു വീണ ആ ആളെ കണ്ട മാർക്ക് ഫെല്ലർ ആ ആളുടെ അടുത്തേക്ക് ഓടിയെത്തി. അത് സാക്ഷാൽ ജൂ ഊവാണ്. ജൂവിന്റെ ബോഡിയിൽ പലയിടത്തും പരിക്കേറ്റിട്ടുണ്ട്. ശരിക്കും ആ കാഴ്ച മാർക്കിനെ തെല്ലെന്നുമല്ല സങ്കടപ്പെടുത്തിയത്. മാർക്ക് ജൂവിനെ പിടിച്ച് എണീപ്പിക്കാൻ പോയതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ജൂ പറയുമ്പോഴേക്കും ഒരാൾ കൂടി ആ മെസ്സിക്ക് വേണ്ടി നിന്ന് താഴെ വീണു. അയാളെ കണ്ട സകല ആളുകളും ഞെട്ടി അങ്ങനെ സ്തംഭിച്ച് നിന്നു പോവുകയാണ്. ജൂവിനോട് എതിരിട്ട ആ സെമി സെയിന്റിന്റെ ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത ശൈലിയിൽ ജൂവിന്റെ ആക്രമണത്താൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അയാളുടെ ഹൃദയം പടപട മിടിക്കുന്നത് ആൾക്കാർക്ക് കാണാം. അയാളുടെ കണ്ണുകൾ ഏതാണ്ട് അടഞ്ഞു വരികയാണ്. ആ മൂന്നും സെമിസെന്റുകളും ഓടി ആ താഴെ വീണ സെമിസെന്റിന്റെ അടുത്തെത്തി. അവരയാളെ പിടിച്ച് കുലുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അയാൾ കണ്ണുകൾ അടച്ചു. ഒരു സെമിസെന്റിനെ നിഷ്പ്രയാസം ജൂ കൊന്നിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം ആ മൂന്ന് സെമിസെന്റുകളും മനസ്സിലാക്കുകയും ചെയ്തു. അമ്പരപ്പോടെ ആ മൂവർ സംഘം തിരിഞ്ഞ് ജൂനെ നോക്കുമ്പോൾ യാവോ മെങ് അവരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ അയാളുടെ ബോഡിയുമായി വേഗം പൊയ്ക്കോ. കേൾക്കേണ്ട താമസം ഒരു അക്ഷരം പോലും പറയാതെ ആ മൂവർ സംഘം ആ കൊല്ലപ്പെട്ട സെമിസെന്റിന്റെ ബോഡിയുമായി അവിടെ വേഗം പുറത്തേക്ക് നീങ്ങി. ഈ കാഴ്ച ശരിക്കും മാർക്കിനെയും പ്രിൻസിനെയും എന്ന് വേണ്ട എല്ലാവരും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ജൂവിന്റെ പുറത്ത് ശരിക്കും രക്തമുണ്ട്. മാർക്ക് ജൂവിനോട് പറഞ്ഞു, ഇതെന്താ മാർക്ക്, ഇതൊക്കെ അയാളുടെ രക്തമാണ്. അങ്ങനെ പറഞ്ഞ ജൂ അതിവേഗം വീടിനകത്തേക്ക് കയറി. ജൂ വീടിനകത്തേക്ക് കയറുമ്പോൾ പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നിന്നെ കാണാൻ വന്നത് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞ് വരാം, നീ നിന്റെ സുഹൃത്തോട് സംസാരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് പ്രിൻസ് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മാർക്ക് കാലങ്ങൾക്ക് ശേഷമാണ് യാവോ മെങ്ങിനെ കാണുന്നത്. യാവോ മെങ്ങിനെ കണ്ട മാർക്ക് യാവോട് വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങി. യാവോ, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? മാർക്ക്, അന്ന് പൈറോയിൽ നിന്ന് ഇവിടേക്ക് തിരിച്ച ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം തകർന്ന് ഞങ്ങളെല്ലാവരും പല സ്ഥലത്താണ് വീണത്. ഇവിടെ എത്തി ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ കണ്ടെത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല. നമ്മുടെ കൂടെയല്ല വന്നതെങ്കിലും എനിക്ക് ആകെ അറിയാൻ കഴിഞ്ഞത് എമിലി ബ്ലാക്കിനെ മാത്രമാണ്. യാവോ, നീ എന്താ പിന്നെ എമിലിയെ ബന്ധപ്പെടാത്തത്? മാർക്ക്, ഞാൻ യാവോ ഫാമിലിയിലെ ഒരു ചെറിയ കൈവഴിയിലെ കുടുംബത്തിലാണ് വന്ന് പെട്ടത്. എനിക്ക് യാവോ കുടുംബത്തിൽ വലിയ സ്റ്റാറ്റസ് ഒന്നുമില്ല. പക്ഷേ എമിലി ബ്ലാക്ക് കുടുംബത്തിന്റെ സെയിന്റസ് ആണ്. അവരെ അങ്ങനെ കാണാനൊന്നും പറ്റില്ല. യാവോ മെങ് ആ വാചകം പറയുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ട്. പൈറോയിൽ ആ ന്യൂ സെലസ്റ്ററിൽ
അനവധി പ്രമുഖ കുടുംബങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അതിലൊരു കുടുംബം യാവോ കുടുംബമായിരുന്നു. അതുപോലെ മറ്റൊന്ന് മാത്രമായിരുന്നു ബ്ലാക്ക് കുടുംബം. ബ്ലാക്ക് കുടുംബം നമ്പർ 1 ആണെങ്കിലും യാവോ കുടുംബം ഒരിക്കലും താഴെയായിരുന്നില്ല. അന്ന് യാവോ എങ്ങനെ അവിടെ നല്ല സ്വീകാര്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ യാവോയും എമിലി ബ്ലാക്കും തമ്മിലുള്ള അകലം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങ് വിദൂരതയിൽ നിന്ന് പോലും എമിലി ബ്ലാക്കിനെ സന്ദർശിക്കാൻ പറ്റാത്ത ശൈലിയിൽ യാവോയിൽ നിന്ന് വളരെ വളരെ മുകളിലേക്ക് എമിലി ബ്ലാക്ക് വളർന്നിരിക്കുകയാണ്. യാവോയ്ക്ക് അത് വ്യക്തമായിട്ട് അറിയാം. പണ്ട് അവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു എന്ന കാര്യം പുറത്ത് പറയുന്നത് പോലും അപകടമാകുന്ന ഒരു സാഹചര്യത്തിലാണ് യാവോമൻ നിൽക്കുന്നത്. എമിലിയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്നു സാക്ഷാൽ യാവോമൻ. പക്ഷെ അവൾക്ക് എന്നിട്ടും എമിലിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ യാവോമൻ പറഞ്ഞപ്പോൾ മാർക്ക് യാവോമങ്ങിനെ ഒന്ന് സ്കാൻ ചെയ്തു. യാവോ ഇപ്പോൾ റിവേഷൻ ഓയിൽ സ്റ്റേജിന്റെ ഏർലി ലെവലിലാണ്. അത് മനസ്സിലാക്കിയ മാർക്ക് യാവോട് ചോദിച്ചു, ഏയ് യാവോ, നീ എന്താ റിവേഷൻ ഓയിൽ സ്റ്റേജിൽ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നത്, ഏർലി സ്റ്റേജിൽ? മാർക്ക്, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? മാർക്ക്, ഇവിടെ വന്നപ്പോൾ എന്നിൽ രൂപം കൊണ്ടൊരു പ്രശ്നമാണത്. ആ പ്രശ്നം പരിഹരിക്കാൻ എനിക്കൊരു ആൽക്കമിസ്റ്റിന്റെ സേവനം വേണം. ആ ആൽക്കമിസ്റ്റ് ഒരു 9th ലെവൽ ആൽക്കമിസ്റ്റ് ആകണം. 9th ലെവൽ ആൽക്കമിസ്റ്റോ? മാർക്ക്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അത് കേട്ടതും മാർക്ക് യാവോ മകനോട് ചോദിച്ചു, ഏയ് യാവോ, നിനക്ക് പൗലി മാസ്റ്റർ പോയി കണ്ടുകൂടായിരുന്നു? പൗലി മാസ്റ്റർ ആൽക്കമിസ്റ്റ് അസോസിയേഷൻ ഉണ്ടല്ലോ. മാർക്ക്, ഞാനും ആ കാര്യം അറിഞ്ഞായിരുന്നു. പക്ഷേ എമിലി ബ്ലാക്കിന്റെ കാര്യം പറയുമ്പോൾ തന്നെയാണ് പൗലി മാസ്റ്ററുടെ കാര്യവും. ആ ആൽക്കമിസ്റ്റ് പൗലിനിലേക്ക് എനിക്കങ്ങനെ പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് ആ പരിസരത്ത് പോലും എത്താനുള്ള അനുവാദമില്ല. ശരിക്കും സെൻട്രൽ പ്ലെയിനിലെ ഈ ഡിഫറൻസ് മാർക്കിനെ വല്ലാതെ കുഴപ്പിക്കുകയാണ്. പൗലി മാസ്റ്ററിനെ യാവോമിങ്ങിന് നന്നായിട്ട് അറിയാം. തിരിച്ചും ആ പൗലി മാസ്റ്റർ എവിടെയുണ്ടെന്നും യാവോമിങ്ങിന് അറിയാം. പക്ഷേ അവിടേക്ക് ചെന്ന് പൗലി മാസ്റ്ററെ കാണാനുള്ള അധികാരം മാത്രം അല്ലെങ്കിൽ അവകാശം മാത്രം യാവോമിങ്ങിന് ഇല്ല. ആ വൈരുദ്ധ്യത്തെക്കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോൾ യാവോമിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നമ്മളുടെ ഒപ്പം വന്ന ആളുകളെ കുറിച്ചൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും നീയും ഷിഫങ്ങും തമ്മിലുള്ള ആ ഫൈറ്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞ നിമിഷത്തിൽ ഞാൻ ഇവിടേക്ക് ഓടി വരികയായിരുന്നു. സ്കൈ സിറ്റി വാളിന് പുറത്തു വെച്ച് മാർക്ക് ഫെല്ലറും ഷിഫങ്ങും തമ്മിൽ ഏറ്റുമുട്ടിയ കഥ ഇപ്പൊ എല്ലാ സ്ഥലത്തും പറഞ്ഞിരിക്കുകയാണ്. മാർക്ക്, ഷിഫങ് അതിശക്തനാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ആ ഷിഫങ്ങിനെ നീ തോൽപ്പിച്ചു കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വരിക. യാവോമൻ അന്നും ഇന്നും മാർക്കിന്റെ നല്ല സുഹൃത്താണ്. മാർക്കിന്റെ ഓരോ വിജയവും അവളുടെ സ്വന്തം വിജയമായിട്ടാണ് കാണുന്നത്. അവളുടെ വാക്കുകളിൽ അത് പ്രതിഫലിക്കുകയാണ്. അത് കേട്ടതും മാർക്ക് യാവോമങ്ങിനോട് പറഞ്ഞു, യാവോ, ഞാൻ എന്തായാലും ഒരു ശ്രമം നടത്താം. ഞാനൊരു ആൽക്കമിസ്റ്റ് ആണല്ലോ. ആൽക്കമിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഈ ആൽക്കമിസ്റ്റ് അസോസിയേഷനിലേക്ക് പോകാൻ പറ്റിയേക്കും. അവിടെ പോകാൻ എനിക്ക് പറ്റിയാൽ ഞാൻ ഉറപ്പായും നിനക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരും. യാവോ, നീ ഒരു കാര്യം ചെയ്യ്, നാളെ വൈകുന്നേരം എന്നെ ഒന്ന് വന്ന് കാണും, ഞാൻ നിനക്ക് പരിഹാരം ഉണ്ടാക്കി തരാം. മാർക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് അങ്ങനെ പറഞ്ഞത്. മാർക്ക് അങ്ങനെ പറയുമ്പോൾ യാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റിയാൽ അത് വളരെ നല്ല കാര്യമാണ്. മാർക്ക്, എൻ്റെ കൾട്ടിവേഷൻ്റെ ആ മുകളിലോട്ടുള്ള വളർച്ച ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് നമ്മൾ പറയുമല്ലോ, മുകളിലോട്ടുള്ള വളർച്ച, അത് യാവോയ്ക്ക് ഇപ്പോൾ ഇല്ല. ഒരു പ്രശ്നം അവളുടെ കൾട്ടിവേഷനകത്ത് വന്നു പെട്ടിരിക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ അവൾക്കൊരു മരുന്ന് വേണം, ഒരു വൈദ്യസഹായം വേണം. ആ വൈദ്യസഹായം കൊടുക്കാൻ കഴിയുന്ന ആളിന് ഉണ്ടാകേണ്ട യോഗ്യത എന്താണെന്ന് അവൾക്കറിയാം. അത് ഈ 9th ഗ്രേഡ് ആൽക്കമിസ്റ്റ് ആണ്. 9th ഗ്രേഡ് ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണെന്നോ എന്താണ് അവരുടെ കപ്പാസിറ്റി എന്നോ അവരെവിടെ കാണാൻ പറ്റുമെന്നോ യാവോമങ്ങിന് അറിയില്ല. യാവോമൻ അവൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ മാർക്കിനോട് പങ്കുവെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ പോയി കഴിഞ്ഞതും മാർക്കും ജൂവും കൂടി പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി. പുറത്തേക്ക് നടക്കുമ്പോഴാണ് സാക്ഷാൽ പ്രിൻസ് അവരുടെ അടുത്തേക്ക് വന്നത്. പ്രിൻസ് യഥാർത്ഥത്തിൽ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. രാജകുമാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാജകുമാരനാണെങ്കിലും പ്രിൻസിന് അവിടെ കറങ്ങി നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. മാർക്കിനെ കണ്ടതും പ്രിൻസ് മാർക്കിനെ ജൂവിനെയും അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിപ്പിച്ചു. അവിടെ അവർ ഒരു പ്രൈവറ്റ് റൂമിലേക്കാണ് വന്നിരുന്നത്. മാർക്കിനെതിരെ ഇരിക്കുന്ന പ്രിൻസ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീയും ആ മാസ്ക് വെച്ച സ്ത്രീ തമ്മിൽ എന്താ ബന്ധം? മാർക്ക് പ്രതീക്ഷിച്ചിരുന്ന ചോദ്യമാണ് പ്രിൻസ് ഇപ്പോൾ മാർക്കിനോട് ചോദിച്ചത്. അത് കേട്ടതും മാർക്ക് പ്രിൻസിനോട് പറഞ്ഞു, ഏയ്, എനിക്ക് അവരറിയത്തൊന്നുമില്ല. ഒരു ലേലത്തിനിടയിൽ എനിക്ക് കിട്ടിയതാണ് ആ വള. ആ വള ഭയങ്കര ശക്തിയുള്ളതാണെന്നൊക്കെ ലേലക്കാർ പറഞ്ഞതുകൊണ്ടാണ് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ആ വള എടുത്തത്. അത് പക്ഷേ അങ്ങനെ ആയി. അങ്ങനെ മാർക്ക് പറഞ്ഞതും പ്രിൻസ്
മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് ആ മാസ്ക് വെച്ച സ്ത്രീ ആരാന്നറിയാമോ? ഞാൻ കേട്ടിട്ടുണ്ട് മാർക്ക്. ആ സ്ത്രീ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനെ അവസാനിപ്പിച്ച സ്ത്രീയാണ്. മാർക്കിന് അറിയാവുന്ന ഒരു കഥയാണ് പ്രിൻസ് പറഞ്ഞു വരുന്നത്. മാർക്ക് കൗതുകപൂർവ്വം പ്രിൻസിനെ നോക്കുമ്പോൾ പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ ഈ പ്രപഞ്ചത്തിൽ ഒട്ടുമുക്കാല മേഖലകളിലും വ്യാപിച്ച അതിശക്തമായ ഒരു അസോസിയേഷൻ ആയിരുന്നു. ആ അസോസിയേഷന്റെ അന്ത്യം സംഭവിച്ചത് ആ മാസ്ക് വെച്ച സ്ത്രീയുടെ കയ്യാലാണ്. ആ സ്ത്രീ അതിശക്തിയാണ്. ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനെ പോലെ ഈ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു അസോസിയേഷനും ഒരു ഭരണവും ഈ ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പറഞ്ഞ പ്രിൻസ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എൻ്റെ ഈ റോയൽ കുടുംബത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാവോ? പ്രിൻസ്, അങ്ങ് അവസാനത്തെ രാജകുമാരനാണെന്നുള്ള കാര്യം എനിക്കറിയാം, ബാക്കി കൂടുതലൊന്നും അറിയത്തില്ല. മാർക്ക്, നിന്റെ കയ്യിൽ സ്പിരിറ്റ് കോയിൻ ഇല്ലേ? ഉണ്ട്. ആ സ്പിരിറ്റ് കോയിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയാവോ? പ്രിൻസ്, എന്താ അങ്ങനെ ചോദിച്ചതും? അങ്ങനെ മാർക്ക് ചോദിച്ചതും പ്രിൻസ് അയാളുടെ കയ്യിൽ നിന്ന് ഒരു സ്പിരിറ്റ് കോയിൻ എടുത്ത് മാർക്കിന്റെ മുന്നിലേക്ക് വെച്ചു. മാർക്ക് ആ സ്പിരിറ്റ് കോയിനിലേക്ക് നോക്കിയപ്പോൾ പ്രിൻസ് ആ സ്പിരിറ്റ് കോയിൻ എടുത്ത് നേരെ ഒന്ന് പിടിച്ചതും ആ സ്പിരിറ്റ് കോയിൻ ഒന്ന് തിളങ്ങിയ ആ സ്പിരിറ്റ് കോയിൻ പെട്ടെന്ന് പ്രകാശമായി മാറി പ്രിൻസിന്റെ നെറ്റിലങ്ങ് ലയിച്ചേരുകയും ചെയ്തു. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ സ്പിരിറ്റ് കോയിൻ ഊർജ്ജമായി കൺവേർട്ട് ചെയ്യപ്പെടുകയായിരുന്നു. മാർക്ക് അമ്പരപ്പോടെയാണ് ആ കാഴ്ച കണ്ടത്. മാർക്ക് പ്രിൻസിനോട് ചോദിച്ചു, പ്രിൻസ്, എന്താ ഇത്? മാർക്ക്, ഇത് സ്പിരിറ്റ് കോയിനാണ്. ദാറ്റ് മീൻസ് എനർജി കൊണ്ട് ഉണ്ടാക്കപ്പെട്ട കോയിനാണ്. ആ എനർജി നമുക്ക് കൾട്ടിവേഷന് ഉപയോഗിക്കാം. പ്രിൻസ്, അങ്ങ് പറഞ്ഞു വരുന്നത്? മാർക്ക്, ഏറ്റവും മിനിമം റിവേർഷൻ ഓയിൽ സ്റ്റേജിലുള്ള ഒരാൾക്ക് മാത്രമേ ആ സ്പിരിറ്റ് കോയിനെ എനർജിയാക്കി മാറ്റാൻ പറ്റൂ. മുകളിലോട്ട് ഉയരുന്തോറും സ്പിരിറ്റ് കോയിനുകളിൽ നിന്ന് എനർജി ഉൾക്കൊള്ളാൻ വളരെ എളുപ്പമാണ്. അവർക്ക് ലഭിക്കുന്ന എനർജിയുടെ അളവും വളരെ കൂടുതലായിരിക്കും. മാർക്ക് ഇതുവരെ കേൾക്കാത്ത ഒരു കഥയാണ് മാർക്ക് ഇപ്പോൾ കേട്ടത്. മാർക്ക് കൗതുകത്തോടെ പ്രിൻസിന്റെ മുഖത്തങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പ്രിൻസ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഈ സ്പിരിറ്റ് കോയിൻ എവിടുന്നാ ഉണ്ടാകുന്നതെന്ന് നിനക്കറിയാമോ? ഇല്ല പ്രിൻസ്, ഇല്ല, അറിയില്ല. മാർക്ക്, ഈ സ്പിരിറ്റ് കോയിൻ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ റോയൽ കുടുംബത്തിലാണ്. പ്രിൻസ്, അങ്ങ് പറഞ്ഞു വരുന്നത്? അതെ മാർക്ക്, എൻ്റെ കുടുംബത്തിലാണ് ഈ സ്പിരിറ്റ് കോയിൻ ഉണ്ടാക്കുന്നത്. മാർക്ക്, നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ സ്പിരിറ്റ് കോയിൻ നീ കടന്നുപോയ എല്ലാ മേഖലകളിലും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? മാർക്ക് ആദ്യം എത്തിയത് സതേൺ പ്രൊവിൻസിനകത്താണ്. അവിടെ സ്പിരിറ്റ് കോയിൻ ഉപയോഗിക്കുന്നുണ്ട്. ഹണ്ണിങ് ഓർഗനൈസേഷനിലും അതിനുശേഷം മാർക്ക് പോയ എല്ലാ മേഖലകളിലും സ്പിരിറ്റ് കോയിന്റെ ഉപയോഗമുണ്ട്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ സെൻട്രൽ പ്ലെയിൻ മാത്രമല്ല, നീ കടന്നു വന്ന ആ ലീ ഹൗട്ടനും സമീപത്തുള്ള എല്ലാ സ്ഥലങ്ങളും അന്ന് ഞങ്ങളുടെ അധീനതയിലായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ഒരു വലിയ രാജ്യമായിരുന്നു അവർ ഭരിച്ചിരുന്നെന്നാണ് ആ രാജകുമാരൻ പറയുന്നത്. മാർക്ക്, ഈ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലും ഇമോർട്ടൽ എംപററുകൾ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ വീണുപോയത്. അത് കേട്ടത് മാർക്ക് പ്രിൻസിനോട് ചോദിച്ചു, അല്ല പ്രിൻസ്, രാജകുടുംബത്തിൽ ഇമോർട്ടൽ എംപറേഴ്സ് ഉണ്ടായില്ലേ? മാർക്ക്, നീ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അവിടെ ഒരു ഫാൻറ്റം ഒരു ക്ലാസ് എടുത്തത് നീ കണ്ടതാണ്. അതെ മാർക്ക്, ആ ഫാൻറ്റം ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ശക്തനായ യോദ്ധാവായിരുന്നു. ആ യോദ്ധാവ് ട്രിബുലേഷൻ സ്റ്റേജിലെ 9th ലെവൽ വരെ എത്തിയതാണ്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇമ്മോർട്ടൽ എംപറർ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ലെവൽ താഴെയായിപ്പോയി. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ രാജ്യം നഷ്ടമായത്. ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും എങ്ങനെ അതിശക്തരായും ചോദിച്ചാൽ അവിടെയെല്ലാം ഇമ്മോർട്ടൽ എംപേഴ്സ് ഉണ്ടായതുകൊണ്ടാണ്. ആ ഇമ്മോർട്ടൽ ചക്രവർത്തിമാർ അവിടേക്ക് ഉണ്ടാകുന്ന സമയത്ത് നിർഭാഗ്യവശാൽ രാജകുടുംബത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടായില്ല. അത് മനസ്സിൽ പറഞ്ഞതും മാർക്ക് പ്രിൻസിനോട് പറഞ്ഞു, പ്രിൻസ്, എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് സംഭവിച്ചതാകും. മാർക്ക്, അതാണ് എൻ്റെ ശരി. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. എൻ്റെ രാജ്യത്തിന് ഒരു അവസാനം ഉണ്ടായതുപോലെ നാളെ ഈ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകും. അതും എനിക്കറിയാം. മാർക്ക്, നിന്നോട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും എന്തുകൊണ്ട് എൻ്റെ അധികാരം മുഴുവൻ കവർന്നെടുത്തതിന് ശേഷവും എന്നെ കൊല്ലാത്തതെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? പ്രിൻസ് ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് മാർക്ക് യഥാർത്ഥത്തിൽ അത്തരൊരു വിഷയം ആലോചിക്കുന്നത് തന്നെ. ശരിക്കും ഈ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ചേർന്ന്
ആ സെൻട്രൽ പ്ലെയിൻ പൂർണ്ണമായും വീതം വെച്ചെടുത്തിരിക്കുകയാണ്. ആ ഓരോ ഏരിയയ്ക്ക് ഉള്ളിലും അനവധി പ്രഭു കുടുംബങ്ങൾ ഉണ്ട്. അവർക്ക് താഴെയായി ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വേറെ കുടുംബങ്ങളും ഉണ്ട്. അങ്ങനെ ആകുമ്പോഴും സ്കൈ സിറ്റി എന്ന് പറയുന്ന ആ പ്രത്യേക സ്ഥലം മാത്രം അവരങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവിടെ ആ പ്രിൻസിന് അധികാരം കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ സെൻട്രൽ പ്ലെയിനിലെ ഒരു കുടുംബവും വന്ന് ഇടപെടാതിരിക്കാൻ വേണ്ടി ഒരു നിയമവും നടപ്പാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഫൈറ്റ് പാടില്ല എന്ന നിയമം. ഫൈറ്റ് പാടില്ലാത്തത് കൊണ്ട് തന്നെ സേനയുടെ ആവശ്യവും അവിടെ ഇല്ല. എന്തിനായിരിക്കാം അങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം മാർക്ക് യഥാർത്ഥത്തിൽ ആലോചിച്ചതില്ല. മാർക്ക് ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് മനസ്സിലായ പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ സ്പിരിറ്റ് കോയിൻ ഉണ്ടാക്കാൻ ഞാൻ കൂടിയേ തീരൂ. അതുകൊണ്ടാണ് അവരെന്നെ കൊല്ലാത്തത്. മാർക്ക്, ഇപ്പം നിനക്ക് മനസ്സിലായി കാണും ഞാൻ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന്. മാർക്കിന് പ്രിൻസ് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരവും ഉടൻ കിട്ടുകയാണ്. പ്രിൻസ് വിവാഹം കഴിച്ച് പ്രിൻസിനൊരു കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ പ്രിൻസിനെ എന്നേ ആ 9 കുടുംബങ്ങൾ ചേർന്ന് തട്ടീനെ. പ്രിൻസ് വിവാഹം കഴിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. പ്രിൻസ് ആ കാര്യങ്ങളൊക്കെ മാർക്കോട് പറഞ്ഞപ്പോൾ മാർക്ക് വല്ലാത്തൊരു അമ്പരപ്പോടെ പ്രിൻസിനോട് ചോദിച്ചു, അല്ല പ്രിൻസ്, അങ്ങേക്ക് തിരിച്ചടിക്കണം എന്ന് തോന്നിയിട്ടില്ലേ? മാർക്ക്, ആദ്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ അവസ്ഥ നീ കണ്ടതല്ലേ. ഞാൻ പറയുന്നത് കേൾക്കാനും അംഗീകരിക്കാനും ഒരാളും നിർബന്ധിതരല്ല. ആ സമയത്ത് ഞാൻ എങ്ങനെയാ തിരിച്ചടിക്കുക? പക്ഷെ മാർക്ക്, ഞാൻ ഇതൊന്നും പറയാനല്ല ഇങ്ങോട്ട് വന്നത്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരാളെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാം. അദ്ദേഹം ഒരു ആൽക്കമിസ്റ്റാണ്. നിനക്ക് അടിയന്തരമായി ചികിത്സ വേണം, അതുപോലെ ജൂനും. അങ്ങനെ പറഞ്ഞിട്ട് പ്രിൻസ് അവിടെ നിന്ന് പിരിയുകയും ചെയ്തു. മാർക്കും ജൂവും തിരിച്ച് അവരുടെ വീട്ടിൽ മടങ്ങിയെത്തി. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ അവിടേക്ക് വന്നു. പ്രിൻസ് പറഞ്ഞു വിട്ട ആൽക്കമിസ്റ്റാണ്. അയാള് മാർക്കിനെ പരിശോധിക്കുന്നിടയിൽ മാർക്കിനോട് ചോദിച്ചു, ഏയ് മാർക്ക് ഫെല്ലർ, നീ ഒരു ആൽക്കമിസ്റ്റ് ആണല്ലേ? ഹലോ ബ്രദർ, അങ്ങേക്ക് എന്താ എങ്ങനെ മനസ്സിലായി? ഏയ്, ഒരു ആൽക്കമിസ്റ്റിന്റെ ബോഡി ലാംഗ്വേജും ശരീരത്തിലെ ചൂടും ഞങ്ങൾക്ക് മനസ്സിലാകും. മാർക്ക് ആലോചിക്കാതിരുന്ന ഒരു കാര്യമാണ് ആ മനുഷ്യൻ പറഞ്ഞത്. മാർക്ക് ഒരു ആൽക്കമിസ്റ്റാണ്. പക്ഷെ മറ്റൊരു ആൽക്കമിസ്റ്റിനെ മാർക്ക് തിരിച്ചറിയുന്നത് അവരുടെ കയ്യിലുള്ള ആ ഫ്ലെയിമൊക്കെ നോക്കിയിട്ടാണ്. മാർക്ക് എന്തോ ആലോചിച്ച് ചിരിച്ചപ്പോൾ ആ മനുഷ്യൻ മാർക്കോട് ചോദിച്ചു, മാർക്ക്, നീ ഏത് ഗ്രേഡിലാണ്? ബ്രദർ, അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ അത്ര ഒരു ഗ്രേഡിംഗ് ആക്ടിവിറ്റിയിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞ മാർക്ക് കൈയൊന്ന് തിരിച്ചതും മാർക്കിന്റെ കയ്യിൽ ഒരു പർപ്പിൾ ഫ്ലെയിം വന്നു. മാർക്ക്, നിനക്ക് പർപ്പിൾ ഫ്ലെയിം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് മുകളിലേക്ക് കടക്കാൻ ഒരു പാഠം ഉണ്ടാവില്ല. നിനക്ക് നല്ലൊരു ആൽക്കമിസ്റ്റ് ആകാൻ പറ്റും. നീ ആൽക്കമിസ്റ്റ് അസോസിയേഷനിലേക്ക് പോകുന്നത് നല്ലതുമാണ്. അങ്ങനെ ആ വ്യക്തി പറഞ്ഞതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല ബ്രദർ ഏത് ലെവലിലാണ്? ഞാൻ 7th ലെവലിലാണ്. 7th ലെവലിൽ നിന്ന് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല എനിക്കൊരു 9th ലെവലുകാരനെ കാണാൻ എന്താണ് മാർഗം? മാർക്ക്, 9th ലെവലുകാരനോ? അതെന്തിനാ? ബ്രദർ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് എനിക്ക് 9th ലെവലിലെ ഒരാളെ കാണേണ്ടത്. മാർക്ക്, ഈ സെൻട്രൽ പ്ലെയിനിൽ ആകെ 3 9th ലെവലുകാരേ ഉള്ളൂ. അവരെ അങ്ങനെ അങ്ങ് കാണാൻ പറ്റില്ല. മാർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമാണ് ആ 7th ലെവലുകാരൻ പറഞ്ഞത്. മാർക്കിന്റെ മുഖത്ത് വിഷമം പരക്കുന്നുണ്ടതും ആ 7th ലെവലുകാരൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ പക്ഷേ ഒരു ആൽക്കമിസ്റ്റ് ആകാൻ ജനിച്ചവനാണ്. നിന്റെ ബോഡി ലാംഗ്വേജ് അത് പറയുന്നുണ്ട്. നീ ഉറപ്പായും ആൽക്കമിസ്റ്റ് അസോസിയേഷനിൽ പോകണം. ഹേയ് ബ്രദർ, എന്റെ വിഷയം അതൊന്നുമല്ല. ഞാൻ ആൽക്കമിസ്ട്രി പഠിച്ചത് ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമാണ്. മാർക്ക്, നിനക്ക് ഒരു ആൽക്കമിസ്റ്റ് ആകുന്നതിന്റെ ഗുണത്തെക്കുറിച്ച് തീരെ അറിവില്ലാന്ന് തോന്നുന്നു. നീ ആൽക്കമിസ്റ്റ് അസോസിയേഷനിൽ ചെന്നിട്ട് ഒരു ആൽക്കമിസ്റ്റ് ആയാൽ നിനക്ക് പിന്നെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. മാർക്കിന് വളരെ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് യഥാർത്ഥത്തിൽ ആ ആൽക്കമിസ്റ്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. മാർക്കിനെ പരിശോധിച്ചതിന് ശേഷം ജൂനെ പരിശോധിച്ച ആ വ്യക്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ജൂന് ഒരു ചികിത്സയുടെ ആവശ്യമില്ല. ജൂ റെസ്റ്റ് എടുത്താൽ തന്നെ ജൂവിൻ്റെ അസുഖമൊക്കെ മാറും. എല്ലാ പരിക്കും ഭേദമാകുകയും ചെയ്യും. ജൂവിൻ്റെ ബോഡി നിർമ്മാണ ബോഡിയാണ്. ആ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു മരുന്നും വേണ്ടെന്ന്. എന്തായാലും ആ ആൽക്കമിസ്റ്റ് മാർക്കിന് ആവശ്യമായ എല്ലാ മരുന്നും തയ്യാറാക്കി കൊടുത്തിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ മരുന്ന്
തുടർച്ചയായി 7 ദിവസം കഴിക്കണം. അത് കഴിയുമ്പോൾ നീ കുറച്ചുകൂടി മെച്ചപ്പെടും. എന്തായാലും സ്കൈ സിറ്റിയിലേക്ക് വന്നതിന് ശേഷം മാർക്കിന്റെ ആരോഗ്യത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാർക്കും ജൂവും അടുത്ത 7 ദിവസവും ആ വീട്ടിൽ തന്നെയായിരുന്നു. ഇതിനിടയിൽ യാവോമെങ് മാർക്കിനെ കാണാൻ വരികയും ചേരുന്നു. യാവോമെങ്ങിനോട് മാർക്ക് താൻ അറിഞ്ഞ കാര്യം പറഞ്ഞു. 9th ലെവൽ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നത് ആകെ 3 ആളുകളെ ഉള്ളെന്നും അവരെ കോൺടാക്ട് ചെയ്യാൻ പാടാണെന്നുള്ള കാര്യവും മാർക്ക് യാവോമെങ്ങിനോട് സൂചിപ്പിച്ചു. അങ്ങനെ പറഞ്ഞെങ്കിലും മാർക്ക് യാവോമെങ്ങിനോട് മറ്റു കാര്യങ്ങളോട് പറഞ്ഞു, ഞാൻ എന്തായാലും ഒരു ശ്രമം നടത്തും ആ 9th ലെവലുകാരിൽ ആരെങ്കിലും കണ്ടുപിടിക്കാൻ. മാർക്ക് പറഞ്ഞതുപോലെ ചെയ്യുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം യാവോമെങ്ങിന് അറിയാം. യാവോക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഈ സംഭവവികാസങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഷീ കുടുംബം മാർക്കിനെ അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കും ജൂവും കൂടി പല ദിവസവും വൈകുന്നേരം ആ സ്കൈ സിറ്റിക്ക് അകത്തൂടെ നടക്കുമ്പോൾ ആളുകളുടെ സംഭാഷണത്തിൽ നിന്ന് മാർക്ക് മനസ്സിലാക്കുന്നു അതാണ്. മാർക്കുമായി നല്ല ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ആ സ്കൈ സിറ്റിയിൽ ഇപ്പോൾ ഉണ്ട്. ആ സ്കൈ സിറ്റിക്ക് അകത്തുള്ള ആളുകൾ വിവിധ കുടുംബങ്ങളുടെ തല്ലി പേടിച്ച് ഓടി അവിടെ എത്തിയതാണ്. അവരൊക്കെ മാർക്കിൽ ഒരു വലിയ ആളെയാണ് കാണുന്നത്. അവരാരും തന്നെ ഷീ കുടുംബത്തെയോ യാവോ കുടുംബത്തെയോ നേരിട്ടിട്ട് ഓടിയെത്തിയവരല്ല. ചെറിയ ചെറിയ കുടുംബങ്ങളെ നേരിട്ട് അവിടെ ഓടിയെത്തിയവരാണ്. മാർക്ക് അവരെക്കാളൊക്കെ വളരെ വളരെ മുകളിലാണ്. 9 മഹത്തായ ആ പ്രഭു കുടുംബങ്ങളിൽ 2 എണ്ണത്തിനെയാണ് മാർക്ക് ഫെല്ലർ നേരിട്ടിരിക്കുന്നത്. 3ാമത്തെ കുടുംബത്തിലെ സെയിന്റസിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അവരുടെ വീട്ടിന്റെ മുൻവശത്ത് നിന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ഇതൊക്കെ മാർക്കിന് ഒരു താരപരിവേഷം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ദിവസങ്ങളിൽ മാർക്കും ജൂവും കൂടി അനവധി ലേല സൈറ്റുകളിലേക്ക് പോയി. ഗാംബ്ലിംഗ് സൈറ്റിലേക്ക്. ഗാംബ്ലിംഗ് സൈറ്റിൽ ആ നിർവ്വാണ ബോഡിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ ജൂവിന് പല കല്ലുകളും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനകത്തു നിന്നൊക്കെ വിലപിടിപ്പുള്ള പല സംഭവങ്ങളും മാർക്കിനും ജൂവിനും കിട്ടി. അവരുടെ ജീവിതം അങ്ങനെ സന്തോഷകരമായി പോകുന്ന ആ സമയത്ത് ചില ആളുകൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇവിടെ ഇങ്ങനെ നിന്നാൽ നിന്റെ വളർച്ച മുരടിച്ചു പോവുകയുള്ളൂ. മാർക്കിനും അതറിയാം. പാത്ത് ഓഫ് ഹെവൻ വരാൻ പോവുകയാണ്. സ്വർഗത്ത് നിന്ന് പ്രകാശത്തിന്റെ പാത ആ ഹോളി റിഡ്ജിലേക്ക് വരുന്ന ദിവസം അടുത്തടുത്ത് വരികയാണ്. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം ശരിക്കും ഒരു ത്രട്ടാണ്. അന്ന് എമിലി ബ്ലാക്കും ആ ഹോളി സണ്ണും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കും. ആ ദിവസം അത് സംഭവിക്കില്ലെന്നും അന്ന് എമിലിയെ മാർക്ക് സ്വന്തമാക്കുമെന്നാണ് മാർക്ക് എമിലിയോട് പറഞ്ഞിരിക്കുന്ന കാര്യം. മാർക്കിനത് പാലിക്കേണ്ടതുണ്ട്. ഇപ്പൊ മാർക്ക് വീണ്ടും പഴയ രീതിയിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് 95% ശക്തിയും മാർക്ക് വീണ്ടെടുത്ത് കഴിഞ്ഞു. ആവശ്യത്തിന് റെസ്റ്റ് കിട്ടിയാൽ മാർക്കിന്റെ ബോഡിയും പഴയതുപോലെ ശരിയായി വരും. കാരണം മാർക്ക് നിൽക്കുന്നതിൻ്റെ ചുറ്റും ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജിയാണ്. സ്കൈ സിറ്റിയിൽ സ്പിരിച്വൽ എനർജിക്ക് ഒരു പഞ്ഞവുമില്ല. പക്ഷേ ഒരു ബ്രേക്ക് ത്രൂ മാർക്ക് നേടണമെങ്കിൽ മാർക്കിന് എപ്പോഴും ബ്ലാക്ക് എനർജി വേണം. 2 കൂടി സർക്കുലേറ്റ് ചെയ്താലേ മാർക്കിന് ബ്രേക്ക് ത്രൂ ചെയ്യാൻ പറ്റും. ബ്രേക്ക് ത്രൂവിലേക്ക് കടക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മാർക്ക് ചെയ്യണം. മാർക്ക് അതിനെക്കുറിച്ചൊക്കെയാണ് ആലോചിക്കുന്നത്. അപ്പോഴാണ് ചില ആളുകൾ ഷീ കുടുംബവും യാവോ കുടുംബവും ഒക്കെ മാർക്ക് പുറത്തിറങ്ങിയാൽ മാർക്കിനെ വേട്ടയാടുന്നുള്ള കാര്യം മാർക്കിനോട് പറയുന്നത്. അവർ പലരും ആ സ്കൈ സിറ്റിക്ക് പുറത്ത് പോവുകയും വരികയും ചെയ്യുന്ന ആളുകളാണ്. പുറത്ത് പല സ്ഥലത്തും യാവോ കുടുംബത്തിൻ്റെയും ഷീ കുടുംബത്തിൻ്റെയും ആളുകളുള്ള കാര്യം അവർ മാർക്കിന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആ കാര്യത്തെക്കുറിച്ച് മാർക്ക് ജൂവുമായി ചർച്ച ചെയ്തു. ജൂവിന് ഇപ്പൊ എത്ര ശക്തിയുണ്ട്? മാർക്ക്, ഞാനിപ്പം ശരിക്കും പവർഫുൾ ആണ് അല്ല ജൂ? ആ പർപ്പിൾ ക്ലൗഡ് പേളിന്റെ 3 ശക്തി നേടിയെന്നല്ലേ ജൂ പറഞ്ഞത്? അതെ, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സെമി സെയിന്റ് വരെയുള്ള ആളുകളെ നേരിടാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ജൂ അത് പറഞ്ഞതും മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, അങ്ങനെയാണെങ്കിൽ ജൂ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? ജൂ ഇവിടുന്ന് പോകണം. ഏയ് മാർക്ക്, ഞാൻ പോകത്തില്ല. നിന്നെ വിട്ട് ഉള്ളത് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ജൂ അതല്ല, ജൂ ഇവിടുന്ന് പോയിട്ട് ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെയും ടാർഗറ്റ് ചെയ്യണം. മാർക്ക്, നീ എന്താ പറഞ്ഞു വരുന്നത്? അവരുടെ ആളുകളെ തിരഞ്ഞു പിടിച്ച് പരിക്കേൽപ്പിക്കണം. ശ്രദ്ധിക്കണേ, ഒരാളെ കൊല്ലരുത്. മാർക്ക്, നീ പറയുന്നത്? ജൂ, നമ്മളെ അവർ വേട്ടയാടിയാൽ നമ്മൾ അവരെ വേട്ടയാടുമെന്ന് അവർക്ക് തോന്നണം. അവരിലും ഭയം നിറയ്ക്കണം. നമ്മളിപ്പോൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഭയന്നിട്ടല്ലേ? തിരിച്ച് ആ ഭയം അവരിലേക്ക് കുത്തിവെച്ചില്ലെങ്കിൽ അത് അപകടമാണ്. ഷീ കുടുംബത്തിനെയും യാവോ കുടുംബത്തിനെയും വെറുതെ വിടാൻ പറ്റില്ല. അവരുടെ ആളുകളെ തിരഞ്ഞു പിടിച്ച് ജൂ പരിക്കേൽപ്പിക്കണം.
അവന്മാര് കുറഞ്ഞത് 6 മാസമെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി കിടക്കണം. ആ ശൈലിയിൽ നമുക്ക് പരിക്കേൽപ്പിക്കാൻ പറ്റിയാൽ ഒരു ഭയം എന്തായാലും അവരിൽ ഉണ്ടാകും. മാർക്ക് പറഞ്ഞ ഐഡിയ കേട്ടതും ജൂന് വല്ലാത്തൊരു ആവേശം. മാർക്ക്, ഇത് കൊള്ളാം. നീ എന്താ നേരത്തെ പറയാത്തത്? നീ എത്ര ദിവസമാണ് പാഴാക്കിയത്? ജൂൻ ആരെങ്കിലും ഇടിക്കാൻ ഇങ്ങനെ കൈ ഇങ്ങനെ തരിച്ചിരിക്കുകയാണ്. എന്തായാലും മാർക്കും ജൂവും കൂടി ആ ഐഡിയ കംപ്ലീറ്റ് ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ ജൂ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിറ്റേന്ന് നേരം പുലരുമ്പോൾ മാർക്ക് ആ വാർത്ത കേട്ടു. മഹത്തായ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ഒന്നാണ് നീ ഫാമിലി എന്ന് പറയുന്നത്. ആ നീ ഫാമിലിയിലെ ഒരു അനന്തര അവകാശി കൊല്ലപ്പെട്ട കഥയാണ് മാർക്ക് കേട്ടത്. ആ വ്യക്തിയെ അജ്ഞാതനായ ആരോ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ മാർക്കൊന്ന് ഞെട്ടി. ജൂവിനോട് ആളെ കൊല്ലരുതെന്ന മാർക്ക് പറഞ്ഞത്, പക്ഷെ ഇപ്പൊ ഇതാ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, മാർക്ക് ഈ നീ കുടുംബത്തിന്റെ കാര്യം ജൂവിനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. മാർക്ക് യാവോ കുടുംബത്തെയും ഷീ കുടുംബത്തെയും ടാർഗറ്റ് ചെയ്യാൻ മാത്രമാണ് ജൂവിനോട് പറഞ്ഞത്. പക്ഷെ ഇപ്പോ ഒരു ബന്ധവുമില്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത, മാർക്കുമായി ഒരു തരത്തിലും ഉരസിട്ടില്ലാത്ത നീ കുടുംബത്തിലെ ഒരു അനന്തര അവകാശിയാണ് ഇതാ ജൂ അവസാനിപ്പിച്ചിരിക്കുന്നത്. പിറ്റേന്ന് പുതിയൊരു വാർത്ത. ആ വാർത്ത യാവോ കുടുംബത്തിൽ നിന്നാണ്. അവിടെയുള്ള ഒരു അനന്തരാവകാശി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിന്റെ അടുത്ത ദിവസം ഷീ കുടുംബത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. ഷീഫെങ്ങിനെ പോലെയുള്ള മറ്റൊരു കക്ഷി. ഷിയും ഷൈനും അല്ലാതെ വേറെ അനവധി ചെറുപ്പക്കാർ ആ കുടുംബത്തിന്റെ പ്രമുഖ സ്ഥാനങ്ങളിലുണ്ട്. അതിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. അടുത്ത 6-7 ദിവസം കൊണ്ട് പല കുടുംബത്തിലും ആളുകൾ കൊല്ലപ്പെടുകയാണ്. ഈ വിവരം പറഞ്ഞ മാർക്ക് തലയെ കൈവച്ച് അങ്ങനെ വീട്ടിൽ ഇരുന്നു പോവുകയാണ്. മാർക്കിനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജൂത് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നത്. ജൂവിനോട് മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട്, ഒരു കാരണവശാലും ഒരാളെ കൊല്ലരുതെന്ന്. പക്ഷേ ഇപ്പോ ഒറ്റ ആഴ്ച കൊണ്ട് 7 ആളുകളാ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 7 ആളുകളും 7 പ്രമുഖ കുടുംബങ്ങളിലെ അനന്തര അവകാശികളാണ്. 8ാമത്തെ ദിവസം ഞെട്ടിക്കുന്ന ഒരു വാർത്ത എത്തി. നീ കുടുംബത്തിന്റെ ഹോളി സൺ കൊല്ലപ്പെട്ടു. അയാൾ അതിശക്തനാണ്. റിവേഷൻ ഓഡിസിന്റെ മിഡിൽ ലെവലിലുള്ള ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അയാള് ആ പീക്ക് ലെവലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിലാ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അന്ന് പകല് ആ വാർത്തയ്ക്ക് മറ്റൊരു സ്ഥിരീകരണം ഉണ്ടായി. ഈ 8 കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഡീമൺ റേസിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. മാർക്ക് ആ വിവരം അറിയുന്നത് ഒരു ടീ ഷോപ്പിൽ ഇരിക്കുമ്പോഴാണ്. അവിടെ ചൂടേറിയ ചർച്ച നടക്കുകയാണ്. ഡീമൺ റേസിൽ നിന്ന് ആളുകൾ ഇതാ മനുഷ്യരെ ആക്രമിക്കാനായി എത്തിയിരിക്കുന്നു. സ്കൈ സിറ്റി ഒഴികെയുള്ള എല്ലാ മേഖലകളിലും ആക്രമണം നടക്കുകയാണ്. ഈ ആക്രമണങ്ങൾ തുടർച്ചയായി നടന്നു തുടങ്ങിയപ്പോൾ മാർക്ക് ഫെല്ലർ പൂർണ്ണമായും ഏതാണ്ട് വിസ്മരിക്കപ്പെടുകയാണ്. ഷീ കുടുംബവും അതുപോലെ യാവോ കുടുംബവും ഉൾപ്പെടെ സകല പ്രമുഖ കുടുംബങ്ങൾക്കും ഇപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ ഡീമൺ റേസിന്റെ ഭാഗമായ വ്യക്തിയെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഈ സമയത്താണ് സ്കൈ സിറ്റിക്കകത്ത് ഒരു ലേലം നടക്കുന്നത്. മാർക്ക് ആ ലേലത്തിൽ പങ്കെടുക്കാനായി അവിടെ എത്തി. ആ ലേല ഹാളിനകത്ത് മാർക്ക് ഇരിക്കുമ്പോൾ സമയമായിട്ടും ലേലം തുടങ്ങിയില്ല. ലേലം തുടങ്ങാനുള്ള സമയം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർക്ക് കൂടുതൽ ആളുകൾക്ക് അസ്വസ്ഥരാകുന്നുണ്ട്. ഒരുപാട് പ്രമുഖരായ ആളുകൾ അവിടെ ഉണ്ട്. സകലരും അതിശക്തരുമാണ്. ഏകദേശം 1 മണിക്കൂറായതും ഒരു മനുഷ്യൻ സ്റ്റേജിലേക്ക് വന്ന് ഒരു കാര്യം പറഞ്ഞു. ക്ഷമിക്കണം, ലേലം സമയത്ത് തുടങ്ങാൻ പറ്റിയില്ല. അത് സാരമല്ല, ഇപ്പൊ തുടങ്ങിയാൽ മതി. താഴെ ഓഡിയൻസിനിടയിൽ നിന്ന് ഒരാൾ അങ്ങനെ വിളിച്ചു പറഞ്ഞതും ആ ആള് ഓഡിയൻസിനോടായി പറഞ്ഞു, ലേലത്തിന് ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ കളവ് പോയി. ലേല ഉരുപ്പടികൾ കളവ് പോയി എന്ന വാർത്ത കേട്ടതും ആളുകൾ മുഴുവൻ പേരും അമ്പരപ്പോടെ വിശ്വസിക്കാനാവാത്ത ആ സ്റ്റേജിൽ സംസാരിക്കുന്ന ആളെ നോക്കുമ്പോൾ അയാൾ പറഞ്ഞു, ലേല ഉരുപ്പടികൾ കളവ് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഹാള് ഒന്ന് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കാർക്കും അതുകൊണ്ട് തന്നെ പുറത്തു പോകാൻ പറ്റില്ല. ഒരു പരിശോധനയുണ്ട്. കളവ് ചെയ്ത ആള് ഈ ഹാള് വിട്ട് പുറത്തു പോയിട്ടില്ല എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഉറക്കെ ചോദിച്ചു, നിങ്ങൾ എന്ത് വൃത്തികേടായി പറയുന്നത്? ഞങ്ങള് ഈ ലേല ഹാളിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂറായി. ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും നേരത്തെ വന്നവരാണ്. താമസിച്ചു വന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ സാധനം മോഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് അനുവദിച്ചു തരാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ എണീറ്റു. മാർക്ക് എണീറ്റ് വാതിൽ നേരെ നടക്കുമ്പോൾ വാതില് ക്ലോസ് ചെയ്തുകൊണ്ട് 2 ആളുകൾ നിൽക്കുകയാണ്. 2 പേരും സെമി സൈനികളാണ്. അവര് മാർക്കിനെ ആ വാതിൽ വഴി കടത്തിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന ആള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ സ്കൈ സിറ്റിയിൽ ഒരു തരത്തിലുള്ള ആക്രമവും അനുവദനീയമല്ല. അത് കേട്ടതും തിരിഞ്ഞ് മാർക്ക് അയാളെ നോക്കി അയാളോട് പറഞ്ഞു, നോക്കേ, നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായ സാധനത്തിന് ഞങ്ങളെ പരിശോധിക്കണമെന്നുള്ള നിങ്ങളുടെ ഈ ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ടല്ലോ, അത് അനുവദിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ വാതിലിന്റെ അടുത്ത് നിന്ന് ഇടതുവശത്തേക്ക് നടന്നു.
അവിടെയുള്ള ചുവരിൽ മാർക്ക് അതിശക്തമായി ആഞ്ഞു നെടിച്ചതും ആ ചുവരങ്ങ് പൊട്ടി. മാർക്ക് അവിടെ ഉണ്ടായ ദൂരത്തിലൂടെ പുറത്തു കിടക്കുകയും ചെയ്തു. അകത്ത് മാർക്കിനെ കൊടുക്കാനുള്ള ഒരു പരിപാടി നടക്കുന്നു എന്നൊരു തോന്നലുണ്ടായത് കൊണ്ടാണ് മാർക്ക് യഥാർത്ഥത്തിൽ പുറത്തു കിടന്നത്. മാർക്ക് സമയം കളയാതെ മാർക്കിന്റെ വീട്ടിലെത്തി. മാർക്ക് അവിടെ എത്തി. അല്പസമയം കഴിഞ്ഞതും ജൂ അവിടെ എത്തി. ജൂവിനെ കണ്ടപ്പോൾ മാർക്കിന് ഭയങ്കര അതിശയം. ജൂ, എന്തൊക്കെയാണ് നടക്കുന്നത്? മാർക്ക്, ഞാനും അതാ ആലോചിക്കുന്നത്. എനിക്ക് ഒരാളെയും കൊല്ലേണ്ടി വന്നില്ല, ഒരു ഫൈറ്റും നടത്തേണ്ടി വന്നില്ല. ആരോ ഒരാൾ നമുക്ക് മുന്നേ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറും ജൂ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സാക്ഷാൽ പ്രിൻസ് കയറി വന്നു. പ്രിൻസിനോടായി മാർക്ക് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ആ ലേല ഹാളിനകത്ത് സാധനം മിസ്സായതും അവിടെയുള്ള ആളുകളെ പരിശോധിക്കാൻ അവർ പ്ലാൻ ഇട്ടതും മാർക്ക് അതിന് നിന്നു കൊടുക്കാതെ പുറത്തിറങ്ങിയതൊക്കെ പ്രിൻസിനോട് പറഞ്ഞതും പ്രിൻസ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രിൻസ്, ഇല്ല, എന്താ സംഭവിക്കുന്നത്? മാർക്ക്, നീ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് സംഭവിക്കുന്നതെന്ന്. മാർക്ക്, എന്തുകൊണ്ടാണ് നീ ഇവിടെ കഴിയുന്നത്? പ്രിൻസ്, ഇവിടെ ആരും എന്നെ ആക്രമിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ കഴിയുന്നത്. മാർക്ക്, നീ മാത്രമല്ല, ഈ സ്കൈ സിറ്റിയിൽ താമസിക്കുന്ന മിക്കവാറും ആളുകളും ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കഴിയുന്നത്. അതെ, അത് എനിക്ക് മനസ്സിലായി. പലരും എന്നോട് സംസാരിക്കാറുണ്ട് ആ കാര്യം. അവരെ ആരും ആക്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരെ യഥാർത്ഥത്തിൽ ആരാണ് ആക്രമിക്കേണ്ടിയിരുന്നത്? അതിനെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? മാർക്കിന് അക്കാര്യത്തിൽ ഒരു ഉത്തരവുണ്ട്. മാർക്കിനെ ആക്രമിക്കാനിരുന്നത് ഷീ കുടുംബക്കാരും യാവോ കുടുംബക്കാരുമാണ്. അതുപോലെ പ്രമുഖരായ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളാവുമല്ലോ അകത്ത് ഇപ്പോൾ ആളുകളെ ആക്രമിക്കാൻ തയ്യാറാകുന്ന ആളുകൾ. മാർക്ക്, സകല ആക്രമണകാരികളും യഥാർത്ഥത്തിൽ പ്രഭു കുടുംബങ്ങളാണ്. ആ പ്രഭു കുടുംബങ്ങൾക്ക് ഒന്നിനും ഇവിടെ ഈ സ്കൈ സിറ്റിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എന്ന രാജകുമാരൻ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കുള്ള അധികാരമാണ് അവർ തടസ്സപ്പെടുത്തുന്നത്. പ്രിൻസ് പറയുന്ന കാര്യം മനസ്സിലാകാതെ പ്രിൻസിനെ തന്നെ നോക്കിയിരിക്കുന്ന മാർക്കിനോടായി പ്രിൻസ് പറഞ്ഞു, മാർക്ക്, ആ ഡീമൻ ആരാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ആ ചെകുത്താന്റെ ആക്രമണത്തിൽ ആളുകളൊക്കെ കൊല്ലപ്പെടുന്നത് നീയും ഞാനും ഒരുപോലെ അറിഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ ലേലം, ആ ലേലത്തിലെ മോഷണം, ഇത് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ പ്രിൻസ് പറഞ്ഞതും മാർക്ക് പ്രിൻസിനോട് പറഞ്ഞു, പ്രിൻസ്, അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ ലേലം നടത്തുന്ന ആളുകൾ തന്നെയാണ് ആ സാധനങ്ങൾ മോഷ്ടിച്ചത്. ഹൈ സെക്യൂരിറ്റിയിൽ കൊണ്ടുവരുന്ന സാധനം മോഷ്ടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആരുമില്ല. ആ ആള് അനൗൺസ് ചെയ്തത് ആ ഡീമൻ ആ സാധനങ്ങൾ മോഷ്ടിച്ച് കാണുമെന്നാണ്. അയാളെ സഹായിക്കുന്ന ഒരാള് അവിടെ ഹാളിലുണ്ടെന്നും പറഞ്ഞു. ഹാളിലുള്ള ആളുടെ കൂട്ടത്തിൽ അയാൾ ഉദ്ദേശിക്കുന്ന എന്നെയാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. മാർക്ക്, അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ലക്ഷ്യങ്ങൾ വേറെയാണ്. നീ പറയുന്നത് നിന്നെ ലക്ഷ്യമിടുന്നതാണ്, ശരിക്കും ലക്ഷ്യം നീ അല്ല. പിന്നെ മാർക്ക്, നീ ആലോചിച്ച് നോക്ക്, ആരായിരിക്കും ലക്ഷ്യം? പ്രിൻസ് ആ ചോദ്യം ചോദിച്ചതും മാർക്ക് അറിയാതെ പ്രിൻസിനെ തന്നെ അങ്ങനെ നോക്കി ഇരുന്നു പോവുകയാണ്. മാർക്കിന്റെ ആ നോട്ടം കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് പ്രിൻസ് പറഞ്ഞു, അതെ, ലക്ഷ്യം ഞാനാണ്. ഞാനും എൻ്റെ ഈ അധികാരവും അവസാനിച്ചാൽ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കും ഈ സ്കൈ സിറ്റിയിൽ താമസിക്കുന്ന ആളുകളെ കൊന്നൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ അവർക്ക് ഒരു കാരണം വേണം. ആ കാരണമാണ് ഇന്നത്തെ ലേലത്തിലെ ആ മോഷണം. പ്രിൻസ് അയാൾക്ക് മനസ്സിലായ കാര്യം അതുപോലെ തന്നെ മാർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്. പ്രിൻസിനെ ആ സ്കൈ സിറ്റിയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം മാർക്കിനറിയാം. മാർക്കിന്റെ ആ സ്കൈ സിറ്റിയിലെ താമസവും അവസാനിക്കും. അത് സ്വാഭാവികമായും ഒരു ത്രട്ട് തന്നെയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.